السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال النبي صلى الله عليه وسلم: يكون في آخر الزمان أقوام إخوان العلانية أعداء السريرة. قال: يا رسول الله كيف يكون ذلك؟ قال: برغبة بعضهم إلى بعضهم وبرغبة بعضهم من بعض. صدق شفيعنا رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك فلا ألوي على أحد. يا من تفجرت الأنهار نابعة من إصبعيه فروا الجيش ذا العدد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. إني إذا سامني ضيم يربعني أقول يا سيد السادات يا سندي. أقول يا سيد السادات يا سندي. സമാദരണീയരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ മഹത്തായ പള്ളിയിൽ വെച്ച് നടന്നു വരുന്ന സ്വലാത്ത് മജ്ലിസിന്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ്
ഒത്തുകൂടിയിരിക്കുന്നത്. നാളെ ബഹുമാന്യരായ സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ സ്വലാത്ത് വാർഷിക മജ്‌ലിസ് നടക്കും. ആമുഖങ്ങൾ കൂടുതൽ നീട്ടി പറയാതെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ച പ്രവചിച്ച പ്രവചനങ്ങളിൽ ചെറുതും വലുതുമായ ഒട്ടേറെ വിഷയങ്ങൾ ഉണ്ട്. അതിൽ ചെറിയ അടയാളങ്ങൾ ഏതാണ്ടെല്ലാം നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വലിയ അടയാളങ്ങളിലേക്ക് കാത്തിരിക്കാനും ജീവിതം അത് വരുന്നതിന് മുമ്പ് ആഖിറത്തിലേക്ക് ഒരുക്കി തയ്യാറാക്കാനും വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ പ്രവചനങ്ങളെല്ലാം അവിടുന്ന് നിർവഹിച്ചു തന്നത്. പലപ്പോഴും നമ്മുടെ എല്ലാവരുടെയും മനോഗതി എനിക്ക് പലതും നിർവഹിക്കാൻ നേരമായിട്ടില്ല എന്നായിരിക്കും. ഇപ്പോഴും അങ്ങനെ കൂടുതൽ ദിക്ർ, കൂടുതൽ സ്വലാത്ത് എന്ന് പറയുമ്പോ ഒരു 60 വയസ്സായ ആളും പറയും വയസ്സാകണ്ടേ. അപ്പൊ പിന്നെ എത്രയെന്നുള്ളത് കേൾക്കുന്ന ആള് ചോദിക്കും, ഒരു രസാവഹമായിട്ട് ചോദിക്കും, എത്രയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? എല്ലാവരുടെയും മനസ്സിലുള്ള മനോഗതി അങ്ങനെയാണ്. പിന്നെയാവാം, ഇപ്പോൾ നേരമായിട്ടില്ല, ഇപ്പോൾ നേരമായിട്ടില്ല. പക്ഷെ അങ്ങനെ നേരമായിട്ടില്ല എന്ന് പറഞ്ഞ് ചില അടയാളങ്ങൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നതിനൊന്നും ഫലം ലഭിക്കൂല. يوم يأتي بعض آيات ربك لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا قل انتظروا إنا منتظرون. അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു, യൗമ യഅതി ബഅദു ആയാതി റബ്ബിക്, നിന്റെ റബ്ബ് നിശ്ചയിച്ച ചില അടയാളങ്ങൾ വരുന്ന ദിവസം അത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ ലം തകുൻ ആമനത് മിൻ ഖബൽ, നേരത്തെ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യനും പിന്നീട് വിശ്വാസം ഉപകരിക്കില്ല. പലർക്കും തോന്നും ഇസ്ലാം പഠിപ്പിക്കുന്ന പ്രവചനങ്ങളൊക്കെ പുലർന്നു, ശരിയാണ്, അതുകൊണ്ട് വേഗം മുസ്ലിം ആകട്ടെ. അങ്ങനെ ഈമാൻ സ്വീകരിക്കാൻ ആളുകൾ ഊറ്റത്തോടെ വരും, കൂട്ടമായി വരും. പക്ഷേ ഫലം ലഭിക്കില്ല. അല്ലാഹു തആല സ്വീകരിക്കുന്ന സമയം കഴിഞ്ഞു എന്നർത്ഥം. തുലൂഉ ശംസ് മിനൽ മഗ്രിബ്, വലിയ അടയാളങ്ങളിൽ 10 ഒന്നാണ് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരിക എന്നുള്ളത്. പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിച്ചതിന് ശേഷവും ഇവിടെ മുഅ്മിനീങ്ങളുണ്ട്, ജനങ്ങളുണ്ട്, മുഅ്മിനീങ്ങളും അല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ ഈമാൻ ഇല്ലാത്തവർക്ക് ഇനിയൊരു ഈമാനിലേക്ക് ഉയരാൻ കഴിയില്ല. ഈമാൻ ഉള്ളവന് ഉള്ള ഈമാൻ കരുപ്പിടിപ്പിക്കാനും കഴിയില്ല. ഔ കസബത് ഫീ ഈമാനിഹാ ഖൈറാ, അല്ലാഹു നൽകിയ ഈമാനിൽ പുരോഗതി ഉണ്ടാക്കാത്ത ഒരു മനുഷ്യനും ഇനി പുരോഗതി ഉണ്ടാക്കാൻ കഴിയില്ല. സമയം കഴിഞ്ഞു. അപ്പൊ ആ വലിയ അടയാളങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ചെറുതിങ്ങനെ കാണുമ്പോ ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. ആഖിറത്തിലേക്ക് പോകാനുള്ള അടയാളങ്ങളാണ് അനുദിനം രാവും പകലും പുതുതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും എന്റെ മുന്നിൽ വരച്ച് കാണിച്ചത് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനപ്പുറം ഞാൻ ഒരുങ്ങാനാണ്. എന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ വഴിയിലേക്ക് ഒരുങ്ങാൻ എന്റെ യഥാർത്ഥ ജീവിതം ആരംഭിച്ചിട്ടില്ല.
യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിന് ശേഷമാണ്. മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം. നന്മയും തിന്മയും വേർതിരിച്ച് ബോധ്യപ്പെടുന്ന യഥാർത്ഥ ജീവിതം. അധ്വാനിക്കാമായിരുന്നു എന്ന് ഏറെ ആഗ്രഹിക്കുന്ന വിലപിക്കുന്ന ജീവിതം. ആ ജീവിതം വരുന്നതിന് മുമ്പ് ഇവിടെ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ അധ്വാനം നടത്തണം. അതുകൊണ്ടാണ് നമ്മെ ഓരോരുത്തരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദാഹരിച്ചത് ഒരു പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളെ പോലെയാണ്. നമ്മെ ഓരോരുത്തരെയും ഉദാഹരിച്ചത് അങ്ങനെയാണ്. കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ ഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. ഏത് ചെറിയ സൗകര്യത്തിലും താമസിക്കാൻ റെഡിയാണ് ഒരു 2000 രൂപക്ക് ശമ്പളം കിട്ടുന്ന ഒരു പ്രവാസി. വേണമെങ്കിൽ ഒരു കൂണിക്കോട്ടിലും കഴിഞ്ഞവരുണ്ടാകും 10 കൊല്ലം. കഥ പതുക്കെ ചോദിച്ചാ പറഞ്ഞുതരും. ചിലരുടേതൊക്കെ ഒരു ആത്മകഥ എഴുതുകയാണെങ്കിൽ 1000 പേജിൽ അപ്പുറം പോകും. അത്രമാത്രം കഠിനാധ്വാനങ്ങൾ സഹിച്ചവരുണ്ട് ഇവിടെ ഒരു നല്ല ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി. എന്ത് ചെറുതും സ്വീകരിക്കും. എത്ര ആളുകളുണ്ട് ഇവിടെ നല്ല നല്ല സുഖത്തിൽ ജീവിച്ച ആളുകൾ. കുടുംബത്തെ ഒന്ന് ഹലാല രീതിയിലൊന്ന് പോറ്റി വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്നതിന്റെ കഷ്ടപ്പാടിൽ ചെറുതൊക്കെ സഹിച്ചു കഴിയുന്ന എത്ര ആളുകളുണ്ട് ഇപ്പോഴും. ഒരു റൂമിൽ എത്ര ആളാ? ഈ സ്റ്റേജിന്റെ വലുപ്പമുള്ള ഒരു റൂമിൽ 20 ആളാ. 5 കട്ടിൽ ഒരു ഭാഗത്ത് 5 കട്ടിൽ 4-5 എണ്ണം കൂടിയ 20 ആള്. നമ്മുടെ ട്രെയിനിൽ പോലും അതിനേക്കാൾ സൗകര്യമുണ്ട്. നമ്മൾ പോയി നോക്കിയാൽ കാണുന്ന അനുഭവമാണ്. ഈ ദുനിയാവിൽ മനുഷ്യ കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്, എന്തും സഹിച്ച് ത്യജിച്ച് നല്ല ഒരു ജീവിതം നാട്ടിൽ വെച്ചു പിടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രവാസി സഹിക്കും പോലെ പരലോകത്തിന് വേണ്ടി നീ സഹിക്കണം. ദുനിയാവിൽ നമ്മൾ ഓരോരുത്തരും വിദേശികളാണ്, പ്രവാസികളാണ് എന്ന് പറഞ്ഞാൽ അതിന് 2 തലമുണ്ട്. ഒന്ന് അധ്വാനത്തിൽ പ്രവാസി സഹിക്കും പോലെ സഹിക്കണം. മറ്റൊന്ന് ഒരു ടൈമും കളയാതെ ഓവർ ടൈമായിട്ട് 4 മണിക്കൂർ ഏറെ കിട്ടുകയാണെങ്കിൽ അതുകൂടി എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ബിസിനസ്. നാട്ടിക്ക് വന്ന ഒരു പക്ഷേ 8 മണിക്കൂർ പകലൊരു 4 മണിക്കൂറും രാത്രി 8 മണിക്കൂറൊക്കെ ഒരു വിശ്രമം ഉണ്ടാകും. പക്ഷെ അവിടെ ആകെ വിശ്രമം രാത്രിയിലെ 4 മണിക്കൂറിൽ ചുരുക്കി ബാക്കി 20 മണിക്കൂറും ഹലാലായ മാർഗത്തിൽ അധ്വാനിക്കുന്നതിന് കഷ്ടപ്പെടുന്നതിന് വേണ്ടി ചെലവഴിക്കുക. ശരിക്കും യഥാർത്ഥത്തിൽ കഫീലിന്റെ കീഴിലുള്ള ഒരു ജോലി ഒരു 8-9 മണിക്കൂർ കൊണ്ട് തീർന്നു. പിന്നെയും നല്ലൊരു ജോലി കിട്ടുമെങ്കിൽ എടുത്തോളൂ എന്നൊരു പെർമിറ്റ് കിട്ടിയപ്പോ അന്വേഷിച്ച് അതും പിടിച്ചു, അതിലേക്കും പോയി. ഒരു ടൈം വിശ്രമിക്കാല്ല. ഭക്ഷണം കഴിക്കുന്ന ഒരു 10-15 മിനിറ്റ് ഉണ്ടാകും, നിസ്കരിക്കാൻ വേറൊരു 10 മിനിറ്റ്, ബാക്കി ഫുൾ ടൈം. അതുപോലെ അധ്വാനിക്കണം ആഖിറത്തിന് വേണ്ടി. അതാണ് പറഞ്ഞത് കുൻ ഫിദ് ദുനിയാ കഅന്നക ഗരീബ്. വിദേശി ഒരുങ്ങും പോലെ ഒരുങ്ങണം, തയ്യാറാകണം. വിദേശി സഹിക്കും പോലെ ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ സഹിക്കണം. ഔ ആബിറു സബീൽ, ഒരു യാത്രക്കാരൻ യാത്രയിൽ എത്ര പ്രതിസന്ധി സഹിക്കും. പ്രതിസന്ധി തരണം ചെയ്യാതെ യാത്ര ചെയ്യാൻ കഴിയില്ല. വിമാനയാത്രയാണെങ്കിലും ശരി, ഫുൾ ടൈം മുക്കയ്യഫായ രീതിയിൽ ഒരു റൂമിൽ വിശ്രമിക്കുന്ന രീതിയിലുള്ള യാത്രയാണെങ്കിലും ശരി, പലതും തരണം ചെയ്യേണ്ടി വരും. അതൊക്കെ സഹിച്ച് ജീവിക്കും പോലെ നീ ആഖിറത്തിന് വേണ്ടി ഈ ലോകത്ത് സഹിക്കണം. ഇവിടെ നീ അങ്ങനൊക്കെ സഹിച്ച് തരണം ചെയ്താൽ പിന്നെ കിട്ടും സുഖജീവിതം. അല്ലാഹു നൽകുമാറാകട്ടെ. എപ്പോഴും നിന്റെ ശരീരത്തോട് നീ ഒരു ഓർമ്മ കൊടുക്കണം. ഖബറാളിയാണ് ഞാൻ, ഖബറാളിയാണ്, ഖബറിൽ കിടക്കേണ്ടവനാണ്, മണ്ണിൽ പോയി കിടക്കേണ്ട ശരീരമാണ്. നിന്റെ ശരീരത്തെ നീ എണ്ണുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പോൾ ഞാൻ കിടക്കുന്നത് മെത്തയിലാണെങ്കിലും എനിക്ക് മെത്തക്ക് പകരം വരാനിരിക്കുന്നത് മണ്ണറയാണ്. ആ മണ്ണറയിൽ സുഖജീവിതം വേണമല്ലോ. അല്ലാഹ് ദുനിയാവിൽ
ദുനിയാവിൽ ഏതൊരു സുഖം നിന്റെ മുന്നിലേക്ക് വരുമ്പോഴും നിന്റെ ശരീരത്തോട് നീ ബോധ്യം കൊടുക്കേണ്ടത് ഒരുങ്ങാനാണ് ഈ പ്രവചനങ്ങളൊക്കെ മുന്നിൽ വെച്ച് തരുന്നത്. സഹോദരങ്ങളെ, നമ്മൾ കണ്ണിറയെ ഒരുപാട് പ്രവചനങ്ങൾ കണ്ടു കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും ഒരൊറ്റ കാര്യം ഇല്ലാതെ ഈ ദുനിയാവിൽ സംഭവിക്കുമോ? സംഭവിക്കും. ഇത് സംഭവിച്ചിട്ടല്ലാതെ ഖിയാമത്ത് നാൾ നടക്കില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അത് നടന്നേ ഉണ്ടാകൂ. അത് സംഭവിച്ചേ ഉണ്ടാകൂ. നമ്മുടെ കൺമുന്നിൽ നേർക്ക് നേരെ പച്ചയായി യാഥാർത്ഥ്യങ്ങൾ കാണുമ്പോ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ വാക്കുകളും കൂടുതൽ കൂടുതൽ മനസ്സിന്റെ ആഴിയിൽ തറപ്പിക്കാനും ഉറപ്പിക്കാനും വിശ്വാസ രംഗത്തെ കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് നീങ്ങാനും അത് ഒരു വഴി, ഒരു മാർഗമാകണം. ഇന്നലെ കാണാത്ത ഒന്ന് ഇന്ന് കാണുന്നു, ഇന്നലെ അനുഭവിക്കാത്ത ഒന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ച പ്രവചനങ്ങൾ എത്രയാണ് പുലരുന്നത് നോക്ക് നിങ്ങൾ. ഈ കാലഘട്ടത്തിൽ നേർക്കുനേരെ നമ്മുടെ മുന്നിൽ പച്ചയായി പച്ച യാഥാർത്ഥ്യം പോലെ നമ്മൾ കാണുന്നത്. ഒരു വിശാലമായ ഹദീസിൽ 15 ലക്ഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു. ഇദാ ഫഅലതു ഉമ്മത്തി 15 ഖിസാൽ, എന്റെ സമുദായം 15 കാര്യങ്ങൾ അനുവർത്തിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഹല്ല ബിഹൽ ബലാ, എന്റെ ഉമ്മത്തിന് കടുത്ത പരീക്ഷണം സംജാതമാകും. വലിയ വലിയ പരീക്ഷണങ്ങൾ വരും. 15 ലക്ഷണങ്ങൾ എണ്ണി പറഞ്ഞിടത്ത് തങ്ങൾ ആദ്യമായി എണ്ണി പറഞ്ഞു ഇദത്തുഖിദൽ ഫൈഉദിവലാ, ഇദത്തുഖിദൽ ഫൈഉദിവലാ, പൊതുസ്വത്ത് സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യപ്പെടുന്ന സന്ദർഭം വന്നാൽ, പൊതുസ്വത്താണ്, അതൊരു വ്യക്തിയുടെ സ്വത്തല്ല, പൊതുസ്വത്താണ്. പൊതുസ്വത്ത് പൊതുവായ മാർഗങ്ങൾക്കേ വിനിയോഗിക്കാവൂ, സ്വന്തം മാർഗങ്ങൾക്ക് ഉപയോഗിക്കരുത്. ദിനേന വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്ന വാർത്ത എത്രയാണ്. 1 മാസം ആയിട്ടില്ല സഹോദരങ്ങളെ, പൊതുവായിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ട പെൻഷൻ പണം അതിന്റെ ഒരു ചെറിയ വിഷയം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. എത്ര കോടിയാണ് അപഹരിച്ചത്? പൊതുമേഖലയിലേക്ക് കൊടുക്കാനുള്ളതാണത്. എത്ര കോടിയാ സഹോദരങ്ങളെ വെട്ടിമാറ്റിയത്? ഇദത്തുഖിദൽ ഫൈഉദിവലാ, പാവങ്ങൾക്ക് കൊടുക്കാനുള്ളത്, അഗതികൾക്ക് കൊടുക്കാനുള്ളത്, ആ മാർഗത്തിലേക്ക് നീക്കിവെച്ചത് സ്വന്തം കിട്ടാനുള്ള സ്വത്ത് പോലെ ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭം വന്നാൽ, അഥവാ വലിയ വലിയ സ്ഥാനമാനത്തിരിക്കുന്നവരും വലിയ വലിയ പ്രമുഖന്മാരും സാധുക്കൾക്കുള്ള വിഹിതങ്ങൾ സ്വന്തം സ്വത്ത് പോലെ കീശയിലാക്കിയിട്ട് കൈമാറ്റം ചെയ്ത് ഉപയോഗിക്കപ്പെടുന്ന സന്ദർഭം വന്നാൽ, ഇനി അത് വരാനുണ്ട് എന്ന് വേറെ പറയേണ്ട വന്നു. പരസ്യമായി പലതും കണ്ടു കഴിഞ്ഞു. വാർത്താ മീഡിയകളിൽ ഇത്ര ആളുകൾ ഇത്രത്തോളം അപഹരിച്ചിട്ടുണ്ട് എന്നുള്ള കണക്ക് വന്നു. ഒരു മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും ഉണ്ട്. ഒരു മേഖലയിൽ മാത്രമല്ല പല മേഖലയിലും അങ്ങനെയുണ്ട്. പൊതുവായിട്ടുള്ളതല്ലേ സഹോദരങ്ങളെ വഖഫ് സ്വത്ത്? പൊതുവല്ലേ? വഖഫ് സ്വത്ത് പൊതുവല്ലേ? എത്ര സ്ഥലങ്ങളിൽ അന്യാധീനപ്പെട്ടുപോയി. പൊതുവായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട മാർഗങ്ങളിലേക്ക് വെച്ചത് സ്വന്തമായിട്ട് പലരുടെയും പേരിലതാ അത് രജിസ്റ്റർ ചെയ്ത് സ്വന്തം നിലക്ക് ജീവിത വ്യവഹാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പൊതുവായിട്ടുള്ള ഒന്ന് സ്വന്തത്തിലേക്ക് ഉപയോഗിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്തിരുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിഷ്യന്മാര് ഭരണം നടത്തുന്ന കാലം പൊതു സ്വത്തിൽ നിന്ന് സ്വന്തം സ്വത്ത് പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു സന്ദർഭം ബോധ്യപ്പെട്ടപ്പോ എത്ര കർശനമായിട്ടാണ് അത് വിലക്കിയത് എന്നറിയുമോ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 5ാം ഖലീഫ തന്റെ മകനെ മദീനയുടെ ഒരു
ചെറിയ ഭരണം ഏൽപ്പിച്ചപ്പോ ഇസ്ലാമിക ലോകത്തിന്റെ മുഴുവൻ ഭരണവും അല്ല, മദീനയിലെ ഒരു പഞ്ചായത്ത് ഭരണം എന്ന് കൂട്ടിക്കോളൂ, അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റി ഭരണം സ്വന്തം മകനെ ഏൽപ്പിച്ചപ്പോ ആ മകൻ ഒരു മോതിരം വാങ്ങി 1000 ദിർഹമിന്. കസേരയിൽ ഇരുന്നിട്ടേ ഉള്ളൂ, കസേര കിട്ടിയപ്പോഴേക്കും 1000 ദിർഹമിന് ഒരു മോതിരം. ഉപ്പാക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വിവരം കിട്ടിയപ്പോ ഉപ്പ ഒരു കത്തെഴുതി, മോനെ നീ ഇരിക്കുന്ന കസേര ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അത് നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി മുന്നിലേക്ക് വെച്ചു തന്ന കസേരയാണ്. സ്വന്തം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിറവേറ്റപ്പെടാൻ വേണ്ടിയല്ല. നീ 1000 ദിർഹമിന് ഒരു മോതിരം വാങ്ങി എന്ന വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മോതിരം വിൽക്കണം. 1000 ദിർഹമിന് 1000 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. പകരം എന്റെ മോനൊരു ഇരുമ്പിന്റെ മോതിരം വാങ്ങി ധരിക്കണം. ആ മോതിരത്തിന്റെ കല്ലിന്റെ ഭാഗത്തൊരു എഴുതി വെക്കണം, റഹിമല്ലാഹു റഅൻ അറഫ ഖദ്റ നഫ്സിഹി എന്നൊരു എഴുത്ത് അതിന്റെ ഭാഗത്ത് എഴുതിയിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കണം. സ്വന്തം നിലവാരം തിരിച്ചറിയുന്നവന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നൊരു അമൂല്യമായൊരു വചനം, ഒരു തത്വോപദേശം നീ എഴുതി വെക്കണം. അത് മോതിരത്തിന്റെ കല്ലിൽ കുറിച്ചു വെക്കണം. ഇപ്പോൾ നീ ധരിച്ചിരിക്കുന്ന വെള്ളിയുടെ വിലയാർന്ന മോതിരമില്ലേ, അത് നീ അഴിച്ചു വിറ്റ് 1000 മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. പൊതു ഖജനാവിൽ നിന്ന് അങ്ങനെ എടുത്ത് നീ മോതിരം ധരിക്കരുത്. ഒരു സുന്നത്തല്ലേ എന്നുള്ളവർക്ക് എന്റെ മോനല്ലേ ഒരു സുന്നത്തല്ലേ, പൊതുഭാഗാണ്. പൊതുഭാഗം വെച്ചിരിക്കുന്നതിന് ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതതുപോലെ ഉപയോഗിക്കാവൂ. സ്വന്തം കാര്യങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല ആ പൊതുസ്വത്ത് കരുപ്പിടിപ്പിക്കേണ്ടത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടിയപ്പോഴേക്ക് അത് വായിച്ച് ഉപ്പയുടെ താക്കീതുകളൊക്കെ കണ്ടപ്പോ മകൻ പേടിച്ചു, മോതിരം അഴിച്ചു വിറ്റു. ഉപ്പ പറഞ്ഞതുപോലെ 1000 മിസ്കീന്മാർക്ക് ദാനം ചെയ്തു. ഭക്ഷണം വിളമ്പിക്കൊടുത്തു. പകരം വാങ്ങാൻ വേണ്ടി പറഞ്ഞത് ഒരു ഇരുമ്പിന്റെ മോതിരമാണ്. നിങ്ങൾ നോക്ക്, കുറഞ്ഞ കാശ് കൊണ്ട് ഒരു വെള്ളി മോതിരം വാങ്ങിക്കുമെന്ന് അറിയില്ല, മോൻ അത് ധരിച്ചാ മതി. ഏതാണ് ഈ മോന്? ഭരണക്കസേരയിൽ ഇരിക്കുന്ന മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒന്നാമതായി പറഞ്ഞ അടയാളം, ഇനിയും അത് വെളിവാകാനുണ്ട് എന്ന് കാത്തിരിക്കണം. വേണ്ട. രണ്ടാമതായി തങ്ങൾ പറഞ്ഞു വൽ അമാനത്തു മഗ്നമാ, സൂക്ഷിപ്പ് സ്വത്ത് ഗനീമത്ത് സ്വത്ത് പോലെ ഉപയോഗിക്കുന്ന സന്ദർഭം വന്നാൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും വേണ്ടി കൊടുത്തത് സ്വന്തത്തിന് ലാഭം കിട്ടിയ ഗനീമത്ത് സ്വത്ത് പോലെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ കയ്യിൽ ഒരാൾ സൂക്ഷിക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഒരു സ്വർണം ഏൽപ്പിച്ചാൽ അയാൾ എത്ര കാലം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നുവോ അതുപോലെ ഞാനത് സൂക്ഷിക്കണം. എന്റെ ഒരു സ്വത്ത് പോലെ ഞാനത് ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹം ചോദിക്കുമ്പോ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ പകരം വാങ്ങിത്തരാം എന്ന് പറയുന്നത് ശരിയല്ല. വിശ്വസ്തത അത്രത്തോളം നഷ്ടപ്പെട്ടു പോകും. സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതല്ലേ, അതങ്ങനെ തന്നെ സൂക്ഷിക്കണം. വൽ അമാനത്തു മഗ്നമാ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാവരും വിളിച്ചിരുന്ന സ്ഥാനപ്പേര് തന്നെ അൽ അമീൻ എന്നല്ലേ. അവിടുത്തെ അമാനത്തിലേക്ക് ചേർത്തിയിട്ടുള്ള ഏറ്റവും വലിയ സൽപ്പേര്. തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ മുശ്രിക്കുകളടക്കം സൂക്ഷിക്കാൻ കൊടുത്ത സ്വത്ത് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അലി റളിയല്ലാഹു അൻഹു അതിനു വേണ്ടി ദിവസം എടുത്തത് 3 ദിവസമാണ്. അത്രത്തോളം സാധനങ്ങൾ മുശ്രിക്കുകളും അല്ലാത്തവരും എല്ലാവരും സൂക്ഷിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തിരിക്കുന്നത് അൽ അമീന്റെ അടുത്താണ്. അതിൽ ദിർഹമുണ്ട്, ദീനാറുണ്ട്, രത്നങ്ങളുണ്ട്, മുത്തുകളുണ്ട്, പലതുണ്ട്, വിലപിടിപ്പുള്ള പലതുണ്ട്. 3 ദിവസം എടുക്കേണ്ടി വന്നു മക്കയിലുള്ള ആളുകളെ കണ്ടെത്താനല്ല, ഇത് വിതരണം ചെയ്ത് തീർക്കാൻ. അത് മുഴുവനും കൊടുത്തതിന് ശേഷമേ വരാവൂ എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശം കൊടുത്തിരുന്നു. എത്രത്തോളമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്?
അമാനത്തിന് എത്രമാത്രം വലിയ ബഹുമാനമുണ്ട്. സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചൊരു സ്വത്ത് ഭദ്രമായിട്ട് തന്നെ അത് നിൽക്കണം എന്നതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖളിർ അലൈഹിസ്സലാം ചാഞ്ഞു ചെരിഞ്ഞു വീണുപോകാനായ ഒരു മതിൽ കെട്ട്, അതും ചെറിയൊരു മതിലല്ല, 500 മുഴം ഉയരമുള്ള വലിയൊരു വൻമതിലാണ്. അത് ഭദ്രമായ രൂപത്തിൽ, അവിടെ പൊളിയാത്ത രൂപത്തിൽ ഭദ്രമായി കെട്ടി നിർത്തിയത്, ഒരു 5 പൈസ കൂലിയും വാങ്ങാതെ കെട്ടി നിർത്തിയത്. പാവപ്പെട്ട യതീമുകൾക്ക് അതിനടിയിൽ അവരുടെ പിതാവ് നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു നിധിയുണ്ട്. ആ നിധി വേറെ ആരുടെയെങ്കിലും കയ്യിലെത്തിയിട്ട് പാവങ്ങൾക്ക് അത് കിട്ടാതെയായാൽ വലിയ വിഷമം അല്ലേ? അത് വിചാരിച്ചാണ് ആ ചുമരിന്റെ പണിയെടുത്തത്. വഅമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സ്വാലിഹാ ഫഅറാദ റബ്ബുക അൻ യബ്ലുഗാ അശുദ്ധഹുമാ വയസ്തഖ്രിജാ കൻസഹുമാ. ഈ മക്കൾക്ക് നല്ല പ്രായപൂർത്തിയും പക്വതയും വന്ന പ്രായമെത്തുമ്പോ ഉപ്പയുടെ സമ്പത്തിനെ പറ്റി അന്വേഷിക്കുമ്പോ ഇങ്ങനൊരു നിധിയുണ്ട് എന്നറിയുമ്പോ അതെടുത്തുകൊണ്ട് സുന്ദരമായി ജീവിക്കണമെങ്കിൽ അത് സുരക്ഷിതമായി നിൽക്കണം. മതിൽ പൊളിഞ്ഞു വീണാൽ ആരുടെയെങ്കിലും കയ്യിലെത്തും. അവരോട് പോയി യതീമിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞാലും അത് കിട്ടില്ല. അതുകൊണ്ട് ആ അമാനത്ത് അങ്ങനെ തന്നെ നിൽക്കണം. അതിനാണ് അത്രയും വലിയ ഒരു മതില്, ഒരു 5 പൈസ 5 കാശ് പോലും കൂലി വാങ്ങാതെ ഏറ്റവും നല്ല സൗജന്യമായ ഖിദ്മത്തിലൂടെ പടുത്തുയർത്തിയത്. അമാനത്തിന്റെ മൂല്യം മനസ്സിലാക്കി തരാനാണ്. വൽ അമാനത്തു മഗ്നമാ, അമാനത്ത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയാൽ വസ്സകാത്തു മഗ്റമാ, മൂന്നാമത്തെ അടയാളം സകാത്ത് കടബാധ്യതയായി മാറിയാൽ. മരിച്ചു പോകുന്ന ആളുകളെ കുറിച്ച് ഏറ്റവും പേടിക്കപ്പെടുന്ന ഒരു കാര്യം ഇപ്പോൾ അതാണ്. എത്രയോ ആളുകൾ ഈ അടുത്ത് മരണപ്പെട്ടതറിഞ്ഞപ്പോ വിഷയം പറയാൻ വേണ്ടി മക്കൾ അടുത്ത് വരുമ്പോ അവരോട് ചോദിക്കുന്നു, ബാപ്പക്ക് എന്തായിരുന്നു പണി? ബാപ്പക്ക് ഇന്നയും ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. സക്കാത്ത് കൊടുത്തിരുന്നോ? ഇല്ലേ, ഇല്ല. 10-25 കൊല്ലത്തെ സക്കാത്ത് കടബാധ്യതയായിട്ടാണ് ബാപ്പ മരിച്ചുപോയത്. നഊദു ബില്ലാഹ് വസ്സകാത്തു മഗ്റമാ. സക്കാത്ത് ഒരു കടബാധ്യത, നമ്മുടെ മുറാദുകളൊക്കെ നടക്കുന്നുണ്ട്. ഒരു തുച്ഛമായി പാവങ്ങൾക്ക് നിശ്ചിത ആളുകളിലേക്ക് കൈമാറേണ്ടത് കടബാധ്യതയാണ്. ഡെപ്പോസിറ്റായി എല്ലാവരുടെ പക്കലും അധിക ആൾക്കാരുടെ പക്കലും സക്കാത്ത് കൊടുക്കേണ്ട തുകയുണ്ട്. പലർക്കും അതിന് അർഹതയുണ്ട്. അർഹതയുള്ളവർ ഓരോ വർഷം ഏറി വരികയാണ്. അക്കൗണ്ടിന്റെ എണ്ണവും അക്കൗണ്ടിൽ വരുന്ന വരവും കൂട്ടി നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ കൊടുക്കേണ്ടത് ചെറിയൊരു തുക മാത്രമാണ്. അത് കടബാധ്യതയാണ്. കടമായത് ബാക്കി വെക്കരുത്, കറക്റ്റായത് കൊടുക്കണം. അതൊരു കടബാധ്യതയായി ബാക്കി വെച്ചാൽ നമ്മുടെ ഹസനാത്തിൽ നിന്നെടുത്ത് ആഖിറത്തിൽ കൊടുക്കേണ്ടി വരും. പകരമായി നിസ്കാരം കൊടുക്കേണ്ടി വരും, നോമ്പ് കൊടുക്കേണ്ടി വരും, ദാനധർമ്മങ്ങൾ കൊടുക്കേണ്ടി വരും, ഹജ്ജും ഉംറയും കൊടുക്കേണ്ടി വരും. ഒന്നും ഇല്ലാത്തവനായി തുലഞ്ഞു നിൽക്കേണ്ടി വരും. കൊടുക്കേണ്ട ഹക്ക് കൊടുക്കണം. അത് അർഹരിലേക്കുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു നേട്ടമാണ് തരുക. ഒരു നിലക്കും അതിനൊരു കുറവും അള്ളാഹു വരുത്തൂല. സക്കാത്ത് കൊടുക്കുന്നവർക്ക് എത്രയാണ് അള്ളാഹു വർദ്ധിപ്പിക്കുന്നത്? അള്ളാഹു നിശ്ചയിച്ച അത്രയും വർധനവ് അള്ളാഹു കൊടുക്കും. സക്കാത്ത് കൊടുക്കുന്നവരുടെ സ്വത്തും സമ്പാദ്യം കുറയൂല. അത് ഓരോ വർഷവും ഇങ്ങനെ വർധന വീട്ടിക്കൊണ്ടിരിക്കും. ആ നിശ്ചിത ആ അളവ് അത് ആ അർഹരായ ആളുകളിലേക്ക് കൊടുത്തുകളെ. ഓരോ വർഷം ഒരു വർഷം മടി തോന്നിയാൽ രണ്ടാമത്തെ വർഷം അങ്ങനെ ആവും. പിന്നെ കെട്ടിക്കണക്കിന് കുറെ അങ്ങോട്ടായാൽ ലാസ്റ്റ് ഒന്നായിട്ട് കൊടുക്കാന്ന് പറയും. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും? മരിച്ച സമയത്തിന് ശേഷമുള്ള. മരിക്കുമ്പോ പിന്നെ അത് മക്കളിലേക്കും മറ്റും വരുമ്പോ അവരെങ്ങാനും സ്വത്തിനും കാര്യത്തിനും കൂടുതൽ ആവശ്യമുള്ളവരായാൽ ബാപ്പക്ക് ബാപ്പന്റെ ഹയാത്ത് കാലത്ത് കൊടുത്തുകൂടായിരുന്നില്ലേ? ഇൽമും തഖ്വയും ഇഖ്ലാസും അറിവൊക്കെ ഉണ്ടായിരുന്നല്ലോ, മുപ്പരെന്തേ കൊടുക്കാതിരുന്നത്? ഇപ്പൊ അമ്മക്കുള്ള സ്വത്തല്ലേ, ഇനി അമ്മക്കാണ്ട് ഉപയോഗിക്കാന്ന് പറയും. അപ്പൊ കഴിഞ്ഞു. അപ്പോഴും അത് കടാ. അത്രയും ഇഖ്ലാസുള്ള ആൾക്കാർ മക്കളൊക്കെ ഉണ്ടെങ്കിലേ കൊടുക്കുന്നവരുള്ളൂ.
ബാക്കിയുള്ള ഒരു അനൗൺസ്മെന്റ് വരും. ഈ മരിച്ച ആൾക്ക് എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ അവിടെ പിന്നെ ഇന്ന ആൾക്കാരുണ്ട്, ഞാൻ ആരും പേര് പറയില്ല, കാരണം പേരുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇന്ന ആൾക്കാരുണ്ടാവും, അവരൊക്കെ ബന്ധപ്പെട്ടിട്ട് വീട്ടാന്ന് ഉസ്താദിനോട് അങ്ങനെ മസൂലിയത്ത് ഏൽപ്പിക്കും. അപ്പൊ ഉസ്താദ് അത് പറയും, ഏൽപ്പിച്ച ഉസ്താദ് പറയണേ, ഉസ്താദിന്റെ വകയിൽ പറയില്ല. അങ്ങനെ മക്കളൊക്കെ ഒന്നിങ്ങനെ ഏൽപ്പിച്ചു, ഉസ്താദെ അത് പറഞ്ഞാൽ ഇങ്ങനെ ഉള്ളതുണ്ട് ചോദിക്കാൻ ഉസ്താദ് പറയും. ബാപ്പാക്ക് ഒരു അവകാശം അവിടെ ബാക്കിയുണ്ടായിട്ട് അതങ്ങനെ തന്നെ കടായി നിന്നു. മക്കളിലേക്ക് വന്നപ്പോ മക്കള് ചിന്തിച്ചു, ബാപ്പാക്കാണ് കൊടുത്തുകൂടെ, എന്റെ കൊടുക്കാ, നമുക്ക് എന്തെല്ലാം പണി പദ്ധതി ഉണ്ട്, അത് തന്നെ തികയില്ല, ഇതിന്നും കൊടുക്കാം പിന്നെ കൊടുക്കാന്ന്. അങ്ങനെ നേർക്ക് നേരെ അനുഭവം പലരിൽ നിന്നും ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആരെയും കണ്ടിട്ട് ബാക്കി വെക്കരുത്. നമുക്ക് കൊടുക്കാനുള്ള സക്കാത്ത് നമ്മൾ തന്നെ കൊടുക്കും. ഒരു വർഷം നിങ്ങളിൽ ഒരാളെ കയ്യിൽ 1,00,000 രൂപ, ഞാൻ ചെറിയൊരു കണക്കാ പറയട്ടോ, 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം എന്നുള്ളൊരു വർഷം വരിക, ഞാൻ അതിന്റെ കണക്ക് ഇപ്പൊ പറയുന്നില്ല. 1,00,000 രൂപ ഒരാളെ കയ്യിൽ വന്നാൽ ചെറിയ ഒരു സംഖ്യയിലേക്ക് കൊടുക്കേണ്ടി ഉള്ള ഒരു 2.5%, 2,500 എന്ന് പറഞ്ഞാൽ 1,00,000 ചേർത്തി നോക്കുമ്പോ എത്ര ചെറുതാ. ഒരു 2,500 നമ്മളിങ്ങനെ ഇങ്ങനെ ചുറ്റി പിടിച്ച് വിഷ്കണം. നമ്മളെ ഹക്കല്ലാഞ്ഞിട്ട് നമ്മൾ എന്തിനാത് വിഷ്കണ്? അത് നമ്മളെ കയ്യിൽ ഒരു കൊല്ലം അങ്ങനെ നിൽക്കലോടെ നമ്മളെ ഹക്കല്ല, അത് ആരാന്റേതാണ്. ഫക്കീർ, മിസ്കീൻ, കടക്കാരൻ അങ്ങനെ പറയുന്ന ആ വകുപ്പിൽപ്പെട്ട ആളുകൾക്കുള്ളതാണ്. അവരിലേക്ക് നമ്മൾ അങ്ങനെ കൊടുത്തോ, അല്ലാഹു തആല പറയുന്നത് വർധനവ് കിട്ടുന്നതാണ്. വമാ അതീതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലൈക ഹുമുൽ മുളൈഫൂൻ. ഇരട്ടി അല്ലാഹു തആല ഉദ്ദേശിച്ച അത്രയും ഇരട്ടി അല്ലാഹു തആല തരും. ഒരു കുറവുണ്ടാവും. പക്ഷെ ആ മേഖല അധികവും കടാൻ. അല്ലെ ചില ടൗണുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബിസിനസ്സിൽ തന്നെ ഒരു വർഷം ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ആ വർഷം ബിസിനസ് വർഷം അവസാനിക്കുമ്പോൾ ഒരു കൊല്ലമാകുമ്പോ അവിടെ ഡെപ്പോസിറ്റ് ഉള്ള വിൽപ്പനാ വസ്തുക്കള് മൊത്തം ഇങ്ങനെ കൂട്ടി നോക്കുമ്പോ ഒരു 25 ലക്ഷം, ചെറുതാ പറയണ്ട, വലുതല്ല, 25 ലക്ഷം. വലിയ വലിയ മാർക്കറ്റുകളും വലിയ വലുതൊക്കെ ആണെങ്കിൽ കോടിയിലേക്ക് അങ്ങനെ പോകണം. അതൊക്കെ അവിടെ ബാക്കിയുണ്ട്. അതിന്റെ 2% കൊടുക്കുകയാണെങ്കിൽ അവരാ ഉദ്ദേശിച്ച ആളുകളിലേക്ക് അതിന്റെ വകുപ്പനുസരിച്ച് നീക്കുകയാണെങ്കിൽ എത്ര കണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കഴിയും, സാധു സംരക്ഷണത്തിന് കഴിയും, കടക്കാരുടെ കണ്ണീരൊപ്പാൻ കഴിയും. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ഒരു ടൗണിലുള്ള ഒരു 10-25 ആള് തന്നെ കൊടുക്കുകയാണെങ്കിൽ, അവരവരെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എത്രയോ ആളുകളെ കണ്ണീരൊപ്പാൻ കഴിയും. അതൊരു സാമൂഹ്യ സേവനം കൂടിയാണ്, ഒരു ബാധ്യതയും കൂടിയാണ്. പക്ഷെ അത് കടമായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, പഠനം നടത്തപ്പെടുന്നു ദീനല്ലാത്തതിന് വേണ്ടി. ദീനിന് വേണ്ടി പഠനം നടത്തണം. ദീനല്ലാത്തതിന് വേണ്ടിയാണ് പഠനം നടത്തുന്നത്. എന്തിനു വേണ്ടിയാണ്? സ്ഥാനം കിട്ടാൻ ഒരു പഠനം, സമ്പത്ത് കിട്ടാൻ വേണ്ടി ഒരു പഠനം. ദീനിന് വേണ്ടിയാകണം പഠിക്കേണ്ടത്. ഏത് പഠനം നീ പഠിക്കുകയാണെങ്കിലും ദീനിന് അതുകൊണ്ട് ഉപകാരമുണ്ടാകണം. നമ്മുടെ ദീന് നിലനിൽക്കാൻ ആ പഠനം സഹായകമാകണം. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും സ്വന്തം ജീവിതത്തിൽ പകർത്തിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനും നമ്മുടെ കുടുംബങ്ങളിലേക്ക്, താവഴികളിലേക്ക് പകർന്നു കൊടുക്കാനും ഉപകാരപ്രദമായ പഠനം നടത്തപ്പെടണം. പക്ഷേ പഠിപ്പിക്കപ്പെടുന്നത് അധികവും ഈ രൂപത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയാകണം പഠനം നടത്തപ്പെടേണ്ടത്. മറ്റു മേഖലകളിലേക്ക് അത് തിരിയുന്നു. ഒരാൾ തന്റെ ഭാര്യയ്ക്ക് വിധേയപ്പെടുന്നു. ഭാര്യ എന്ത് പറയുന്നു അത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും നോക്കാതെ വേണ്ട രൂപത്തിൽ അനുസരിക്കുന്നു. നല്ല രൂപത്തിലാണോ ആരുടേതും അനുസരിക്കണം. അതൊരു ഭാര്യൻ്റെത് മാത്രം പിന്നെ എടുത്തു പറയാനില്ല. ഭാര്യ പറയുന്നയാളോട് എനിക്കെന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരികളുടെ കൂടെ എനിക്ക് ഒരു ടൂറിന് പോകണം. അയാൾ ചോദിക്കുന്നു, ആരാ നേതൃത്വം?
നേതൃത്വം നൽകാൻ ഞങ്ങളുടെ 4 നേതാക്കളുണ്ട്. ആ 4 പേരിൽ ഈ പെണ്ണിനെ നോക്കാനോ പരിരക്ഷിക്കാനോ ഒരു മഹ്റമും ഇല്ല. മുഴുവനും അന്യപുരുഷന്മാരാണ്. അന്യപുരുഷന്മാരോടൊപ്പം ആർമാദിച്ചുകൊണ്ട് ഉല്ലസിച്ചുകൊണ്ട് ആർഭാടം നടത്തിക്കൊണ്ട് ഇഷ്ടം പോലെ സമ്പത്തും ചെലവഴിച്ച് പോകാൻ 10,000 25,000 രൂപ ഒരുക്കി കൊടുക്കുന്നു. ഈ പോകുന്നത് തുടക്കം മുതൽ ഒടുക്കം വരെ അല്ലാഹു അനുവദിച്ച മാർഗത്തിലാണോ? അല്ല. ഈ യാത്രയുടെ പേരെന്താണ്? ഹലാലായ യാത്രയാണെങ്കിൽ അതിന് കൂലിയുണ്ട്. ജമ്മും കസറുമാക്കൽ അനുവദനീയമാണ്, സുന്നത്താണ്. ദൂരം പിന്നെയും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ഉത്തമമായി തന്നെ വരും. പക്ഷെ അതിനൊന്നും പറ്റാത്ത യാത്രയാണ്. പറ്റാത്ത യാത്ര പോകുമ്പോ എത്ര പേരാണിപ്പോൾ മരിച്ചൊടുങ്ങുന്നത്? എത്ര ആളുകളാണ് മരിച്ചൊടുങ്ങുന്നത്? ഏതാണ് അവരുടെ ജീവിതത്തിൽ അവസാനം? ആരും സമ്മതിക്കാതെ ഇറങ്ങിപ്പോയത്. അള്ളാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിലേക്ക് ഭർത്താവ് യാത്രയാക്കിയത്. ഭർത്താവിനോട് ഭാര്യ പറയുന്നു, നിങ്ങൾ പറയും പോലെ ഇസ്ലാമിക വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല. എനിക്ക് സ്വന്തമായി ജീവിക്കാൻ എനിക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ഞാനിങ്ങനെ ഹാഫ് കൈയുള്ള ഡ്രസ്സ് ധരിക്കും, അതുപോലെ തന്നെ ഒരു ഷാളും ധരിക്കും, പിന്നെയോ ഒരു ബനിയൻ ഡ്രസ്സ് ധരിക്കും, ഒരു ടൈറ്റ് വിറ്റ് പാന്റും ധരിക്കും. ഇങ്ങനെയൊക്കെ എനിക്ക് മോഡലായി വരാൻ കഴിയൂ. ഭർത്താവ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നിന്റെ സമ്പത്തിന്റെ ചതിയിൽ ഞാൻ പെട്ടുപോയി. റജുല് തന്റെ ഭാര്യ പറയുന്നതിനൊക്കെ വിധേയപ്പെട്ടാൽ ഇസ്ലാമിക രംഗം പൂർണ്ണമായും ശോഷിച്ചു പോകും. മക്കളിലോ കുടുംബങ്ങളിലോ പിന്നൊരു നിലക്കും അത് വെച്ച് വളർത്താൻ കഴിയില്ല. ബാപ്പയും ഉമ്മയും മോഡേണിസ്റ്റുകളാണോ? മക്കളെ എങ്ങനെ പരിചരിക്കാനാണ്? എങ്ങനെ പഠിപ്പിച്ച് നന്നാക്കാനാണ്? എങ്ങനെ വളർത്താനാണ്? കുറച്ചു കഴിയുമ്പോ തിരിച്ചവര് പറയൂലേ, ഉമ്മ അങ്ങനെയല്ലേ, ബാപ്പ ഇങ്ങനെയല്ലേ എന്ന് മക്കള് പറയൂലേ? സഹോദരങ്ങളെ, ഭാര്യ ഭർത്താവിന് വഴിപ്പെടുന്നതും ഭർത്താവ് ഭാര്യക്ക് വഴിപ്പെടുന്നതും രണ്ടും അള്ളാഹു അനുവദിച്ച മാർഗത്തിലേ പറ്റൂ. ഈ ഇങ്ങനൊരു അടയാളം പറയാൻ കാരണം എന്താണെന്നറിയോ? പറയുന്നത് എന്തും അനുസരിച്ചു കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ശരിയാണോ അല്ലേ എന്ന് വിലയിരുത്താതെ, ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടാലും സ്വന്തക്കാരിയല്ലേ എന്ന നിലക്ക് അത് പറ്റുമോ? അത് പറ്റില്ല. പറ്റാത്തത് പറ്റൂല എന്ന് തുറന്നു പറയണ്ടേ? പറയണം. അതാരോടും പറയണം. ഒരു മടിയും അതിന് കാണിക്കരുത്. അതിനാണ് ദീനിയായ ഹലാലായ നിലക്ക് നമ്മൾ അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നത്. പറ്റാത്തൊരു സംഗതിയാണോ? കൂട്ടു നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഇന്ന് പുറത്തു പോകണം. എന്തേ? എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭർത്താവ് ചോദിക്കുന്നു, ആരാണ്? പെൺകുട്ടികളാണോ? ഒപ്പം പഠിച്ച കൂട്ടുകാരികളാണോ? അല്ല, കൂട്ടുകാരും ഉണ്ട്. നിങ്ങൾ ഇവിടെ ഇരുന്നാൽ അവർക്ക് വേണ്ടതുപോലെ സംസാരിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് മാറിക്കൊടുക്കേണ്ടി വരികയാണ് പലപ്പോഴും. പക്ഷേ അത് ഖിയാമത്ത് നാളിന്റെ ഒരു അടയാളമായി കണ്ടിട്ട് മാറി മറിഞ്ഞ് ചിന്തിക്കുകയാണ് വേണ്ടത്. എന്തേ ഭർത്താവ് അങ്ങനെ മാറിപ്പോകാൻ കാരണം? ഭർത്താവ് എന്തിനാണ് അങ്ങനെ വഴിപ്പെടുന്നത്? ഭർത്താവിനെ വാണിംഗ് നടത്തുകയാണ്. നിങ്ങൾ അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ എന്നിൽ നിന്ന് നിങ്ങൾ കൈപ്പറ്റിയത് മുഴുവനും നിങ്ങൾ എന്നിൽ നിന്ന് അപഹരിച്ചെടുത്തു എന്ന് നിങ്ങളുടെ പേരിൽ ഞാൻ ഒരു കേസ് ഫയൽ ചെയ്യും. പിന്നെ അയാൾ പറയുന്നു, ആമന്നാ സല്ലംനാ സമീനാ വഅതഅനാ. നമ്മൾ അനുസരിച്ചു, പറഞ്ഞതൊക്കെ വിശ്വസിച്ചു, നമ്മൾ കേട്ടോളൂ. ഞാൻ അങ്ങാടി പോയി, അല്ലെങ്കിൽ കാസർഗോഡോ അല്ലെങ്കിൽ മംഗലാപുരത്തോ പോയിട്ട് വൈകുന്നേരം ആകുമ്പോ ഞാൻ തിരിച്ചു വരാം. നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിനോട് സംസാരിച്ച് ഭക്ഷണം കൊടുത്ത് പിരിഞ്ഞോളൂ. ആ വീട്ടിൽ വരുന്നത് കൂട്ടുകാർ മാത്രമല്ല, കൂട്ടുകാരികളും കൂട്ടുകാരും കാണാൻ പറ്റാത്തവരാണ് പലരും. അങ്ങനെ ഇരുന്ന് ചൊങ്കും ചുറുക്കിലും സംസാരിക്കാൻ പറ്റാത്തവരാണ്. പണ്ട് +2-നോ ഡിഗ്രിക്കോ പഠിക്കുമ്പോഴുള്ള കൂട്ടുകാരാണ്. കൂട്ടുകാരൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊരു ടൈം കഴിഞ്ഞാൽ, പഠനകാലം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു. പിന്നെയും അവരെ വീട്ടിലേക്ക് വിളിച്ച് സൽക്കരിച്ച് കിന്നാരം പറയേണ്ട അവസ്ഥ അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഭർത്താവിനോട് പോകാൻ പറയുമ്പോൾ അയാള് വഴിപ്പെടേണ്ടി വരും.
ആണും പെണ്ണും മാസിയത്തിൽ വഴിപ്പെടാൻ പാടില്ല. ഭർത്താവ് പറഞ്ഞു ഭാര്യയോട് ഒരു തെറ്റ് ചെയ്യാൻ ഭാര്യ അനുസരിക്കാൻ പറ്റുമോ? ഇല്ല. ബാബുൽ ലാ തുതിഉൽ മർഅതു സൗജഹാ ഫീ മാസിയ. പെണ്ണ് ഭർത്താവിനോട് കുറ്റകരമായ കാര്യത്തിൽ വഴിപ്പെടാൻ പാടില്ല, അനുസരിക്കാൻ പാടില്ല എന്നതിനെ പറ്റി പറയുന്ന ഒരു അധ്യായം എന്ന് കാണാം സഹീഹുൽ ബുഖാരി. എന്താണ് അവിടെ കൊണ്ടുവന്ന ഹദീസ്? ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു ഉമ്മ തന്റെ മോളെയും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിന്റെ മോളാണ്, ഈ അടുത്ത് കല്യാണം കഴിച്ചു വിട്ടതാണ്. എന്താ പ്രശ്നം? ഈ പെണ്ണിന് കുറച്ച് മുടി കുറവുണ്ട്, കുറച്ച് മുടി വെച്ചു കൊടുക്കാൻ വേണ്ടി ഭർത്താവ് പറഞ്ഞ് വീട്ടിലാക്കി പോയതാണ്. മുടി സാധാരണ രൂപത്തിലൊക്കെ ഉണ്ട്, പക്ഷെ അതിങ്ങോട്ട് തായ്ഭാഗം വരെ അങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു പരാതിയുള്ളൂ. അങ്ങനെ അങ്ങോട്ട് തൂങ്ങിയിട്ട് തായ്ഭാഗം വരെ എത്തണം, ഏകദേശം ഒരു അരക്കെട്ട് വരെ എത്തണം. അത്ര ഇല്ലാത്തത് കൊണ്ട് കുറച്ച് വെച്ചതാണ്. അങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റും നബിയെ? ഇല്ലല്ല, വെച്ചു കൊടുക്കാൻ പറ്റൂല. അങ്ങനെ വെപ്പുമുടി വെക്കുന്നവരെ ശപിക്കപ്പെട്ടിരിക്കുന്നു, ആക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. അത് പറ്റാത്തൊരു സംഗതിയാണ് എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വിഷയത്തിൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല, അത് കുറ്റകരമാണ്. കുറ്റകരമായ ഏത് സംഗതിക്കും വിധേയപ്പെടാൻ പാടില്ല. ആരും ആരെയും അനുസരിക്കാൻ പാടില്ല. ലാ ത്വാഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സൃഷ്ടാവായ റബ്ബിനെ എതിര് ചെയ്തുകൊണ്ട് ഒരു സൃഷ്ടിക്കും ഒരാളും വിധേയപ്പെടാൻ പാടില്ല. അത് പൊതുവെയുള്ളൊരു നിയമമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്ന ഈ കാര്യം നമ്മൾ പച്ചയായി കാണുന്നു. പലപ്പോഴും പേടിപ്പെടുത്തുന്ന പല സംഗതികൾ ഉണ്ടാകുന്നു. വഴിപ്പെട്ടു പോകാൻ പലരും കീഴ്പ്പെട്ടു പോകാൻ, ചിലര് കുടുങ്ങിയിട്ട് സാമ്പത്തികമായി, മറ്റു പലരും വേറെ വഴിയൊന്നുമില്ല, ഞാൻ കുടുങ്ങിപ്പോയല്ലോ എന്നുള്ള നിലക്ക് നല്ല ആർജവത്വത്തോടെ നിന്ന് അള്ളാഹു പഠിപ്പിച്ച കാര്യങ്ങളിൽ മാത്രം വിധേയപ്പെട്ട് മുന്നോട്ട് പോകണം. മൂന്ന് അടയാളങ്ങൾ ചേർത്തി വായിച്ചതാണ്. അത് ഒന്നായി പറയാം, ഓരോന്നും പറയാൻ ടൈമില്ല. ഉമ്മാനെ വെറുപ്പിച്ചു, സുഹൃത്തിനെ അടുപ്പിച്ചു, ബാപ്പയെ അകറ്റി നിർത്തി. ഒരു ഭാഗത്ത് ഉമ്മാനെ വെറുപ്പിച്ചു, മറ്റൊരു ഭാഗത്ത് ബാപ്പാനെ അകറ്റി നിർത്തി. അതിന്റെ നടുവിൽ ഫ്രണ്ട്സിനെ, സുഹൃത്തിനെ അടുപ്പിച്ചു. സുഹൃത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത് രണ്ടും നിർവഹിക്കേണ്ടി വന്നത്. ബാപ്പാനെ അകറ്റി നിർത്തിയതും ഉമ്മാനെ വെറുപ്പിച്ചതും സുഹൃത്തിനോടുള്ള സുഹൃത്ത് ബന്ധത്തിന്റെ പേരിലാണ്. അതെ, മദ്യപിക്കാൻ കാശ് നൽകാത്തതിന്റെ പേരിൽ ഉപ്പയെയും ഉപ്പാപ്പയെയും കഴുത്തറുത്തു കൊന്നത് നമ്മൾ പച്ചയായി കണ്ടതാണ്. കാരണം അവനാണ് കൂട്ടുകാരന് അന്ന് വാങ്ങിക്കൊടുക്കേണ്ടത്. അതിനു മുമ്പുള്ള 2-3 യാത്രകളിലും മറ്റുള്ളവർ വാങ്ങിക്കൊടുത്തത് ഇവൻ മോന്തി കുടിച്ചിട്ടുണ്ട്. അന്ന് അവന്റെ ഊഴമാണ്. അവന് കിട്ടേണ്ടിടത്തുനിന്ന് കാശ് കിട്ടാൻ ഉപ്പ വിലങ്ങ് തടിയായപ്പോ, ഉപ്പാപ്പതിന് എതിര് നിന്നപ്പോ അവരെ അങ്ങ് പണി തീർത്തു. പലപ്പോഴും നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പല സംഭവങ്ങളും നമ്മൾ വായിച്ചറിയുകയാണ്. നടുവിൽ പ്രവർത്തിക്കുന്ന സ്വദീഖാണ്, സുഹൃത്താണ് അതിന്റെ കാരണം. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, കൂട്ടുകെട്ട് ആരോടുകൂടെയാണ് എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫല്ലൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ അവന്റെ സുഹൃത്തിന്റെ മതനിഷ്ഠയുടെ മേലിലാണ്. സുഹൃത്ത് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, സ്വീകരിക്കുന്നത്, അതേ രൂപഭാവങ്ങൾ അവന്റെ ജീവിതത്തിലേക്കും വരും. പെട്ടെന്ന് അവന്റെ ജീവിതത്തിൽ അത് വഴിയായി മാറും. ആരോട് ചങ്ങാത്തം കെട്ടണം എന്ന് ശരിക്കും ശ്രദ്ധിക്കണം. നല്ല മനുഷ്യരോട്, മുത്തഖീങ്ങളോട് മാത്രമേ കൂട്ടുകൂടാവൂ. ആ മുത്തഖീങ്ങളെ പരലോകത്തും സുഹൃത്തുക്കളായി നമുക്ക് ഉപകരിക്കുകയുള്ളൂ. അല്ലാത്തവരൊക്കെ എതിര് പറയുന്നവരായിരിക്കും. അവനാണ് എന്നെ ചെയ്യിപ്പിച്ചത്, ഇവനാണ് എന്നെ കുടുക്കിയത്, അവൻ
അവനാണ് എന്നെ കൊണ്ടുപോയത്. സുഹൃത്തുമായിട്ട് ബന്ധപ്പെടുമ്പോ ആ സുഹൃത്ത് വിശ്വസ്തനും സത്യസന്ധനും നല്ല വഴിക്ക് മാർഗം കാണിക്കുന്നവനും നല്ലതിനെ സഹായിക്കുന്നവനും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നുകൊണ്ട് രക്ഷപ്പെടുത്തുന്നവനും അങ്ങനെ നന്മക്ക് കാരണമാകുന്ന കൂട്ടുകാരനാകണം. അവന് ഖിയാമത്ത് നാൾ വരെ നമുക്ക് ഉപകാരമാണ്. പരലോകത്തും അവനെ കൊണ്ട് നമുക്ക് ഉപകാരം ലഭിക്കും. അതല്ല തിന്മയുടെ ഉപാസകനായ കൂട്ടുകാരനാണോ, തിന്മക്ക് വേണ്ടി അവനോടൊപ്പം കൂട്ടുകൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് നടക്കാൻ ബാപ്പയോ ഉമ്മയോ വിലങ്ങ് തടിയായാൽ ഉമ്മാനെ വെറുപ്പിക്കുന്നു, ഉമ്മാനെ ചീത്ത വിളിക്കുന്നു, ഉമ്മാനെ അപഹസിക്കുന്നു, പരിഹസിക്കുന്നു. കൂട്ടുകാരൻ പറഞ്ഞതിന്റെ പേരിൽ ഉമ്മയോട് പിണങ്ങിക്കഴിയുന്നു. നഊദു ബില്ലാഹ്. കൂട്ടുകാരി പറഞ്ഞതിന്റെ പേരിൽ ഉപ്പയോട് കയർക്കുന്നു, ദേഷ്യപ്പെടുന്നു, ബന്ധം കുറക്കുന്നു, അകറ്റി നിർത്തുന്നു. ഉമ്മാനെ വെറുപ്പിക്കരുത്. സ്വന്തം ജീവിതത്തിൽ ഒരു ഇണയെ കിട്ടിയാലും ഉമ്മയോടുള്ള ബന്ധം കുറയരുത്, ബാപ്പയോടുള്ള ബന്ധം കുറയരുത്, ബഹുമാനം കുറയരുത്. സ്വന്തം ജീവിതത്തിന്റെ പങ്കാളിയെ അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സ്നേഹബന്ധത്തോടെ ബന്ധിപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഉമ്മയോടുള്ള സ്നേഹവും ആദരവും ബഹുമാനവും സംരക്ഷണവും സമ്പർക്കവും ഒരു ഇഞ്ച് പോലും കുറയാതെ കാത്തു സൂക്ഷിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും സ്വഹാബത്തിനെ പറഞ്ഞു ഉപദേശിക്കുന്ന ഒരു ഉപദേശമാണ്, സ്വഹാബ, നിങ്ങളെ കൂടെ ഒരു ജീവിത പങ്കാളി അല്ലാഹു നൽകി എന്ന് കരുതിയിട്ട് ഉമ്മ കണ്ണീരൊഴുക്കേണ്ട, ഉപ്പ വിഷമത്തോടെ ഒരുപാട് സമയം പലയിടത്തും സമയം തള്ളി നീക്കേണ്ട ഒരു ഗതികേട് വരരുത്. അങ്ങനെ വന്നാൽ നിങ്ങൾ നിർവഹിക്കുന്ന സുഹൃതങ്ങളൊന്നും നിങ്ങൾക്ക് ആഖിറത്തിൽ ഫലം ചെയ്യൂല, ഉപകരിക്കൂല. ബാപ്പാന അന്യനായി കാണരുത്. സ്വന്തം ഒരാളെ കിട്ടിയാൽ ജീവിതത്തിൽ എനിക്കെല്ലാം തികഞ്ഞു എന്ന് തോന്നരുത്. അപ്പോഴും എനിക്കെന്റെ ഉപ്പയും എന്റെ ഉമ്മയും വലിയവരാണ്. അവര് നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ കുടുംബജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അഥവാ ബാപ്പയുടെയും ഉമ്മയുടെയും സ്വഭാവം പരുക്കൻ രൂപത്തിലാണെങ്കിൽ വേണ്ട സ്നേഹത്തോടെ പ്രതികരിക്കാൻ സ്വന്തം ഇണയെ പ്രാപ്തരാക്കണം. സ്വന്തം ഇണക്കതിനുള്ള പ്രാക്ടീസ് നൽകണം. നമ്മുടെ ബാപ്പയും നമ്മുടെ ഉമ്മയും നമുക്കെന്നും വേണ്ടപ്പെട്ടവരാണ്. നല്ല രൂപത്തിൽ മാത്രം നീ പ്രതികരിച്ചുകൊണ്ട് സ്നേഹവും ബഹുമാനവും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. എന്തിനാണെന്നറിയോ പെങ്ങളെ, കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ ഞാനും നീയും ബാപ്പയും ഉമ്മയുമാകും. നമ്മുടെ മക്കളിലേക്കും ജീവിത പങ്കാളികൾ വരും. നമ്മൾ ഈ ബാപ്പാനെയും ഉമ്മാനെയും വേണ്ടതുപോലെ സ്നേഹിച്ച് ബഹുമാനിച്ചില്ലെങ്കിൽ ദുനിയാവിൽ അതിന്റെ ഒരു ചിത്രം അല്ലാഹു നമുക്കും തരാറുണ്ട്. നമ്മുടെ മക്കളിലൂടെ പേരമക്കളിലൂടെ നമ്മൾ ഏത് രൂപത്തിലാണോ ബാപ്പാനെയും ഉമ്മാനെയും പിണക്കി അകറ്റി നിർത്തിയത് അതിനേക്കാളും അസഹ്യമായ രൂപത്തിൽ സൗകര്യങ്ങൾ സംവിധാനങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മുടെ മക്കൾ ചെറുപ്പക്കാരികൾ നമ്മെ അകറ്റി നിർത്തുന്നൊരു ദുരന്തം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഒരു സംഗതി ഉണ്ടാകരുത്. അങ്ങനെ ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത്. നമ്മൾ അവരെ സംരക്ഷിച്ചതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ ബാപ്പ ഉമ്മമാരുടെ പൊരുത്തം അനിവാര്യമാണ്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസുഖത്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ പൊരുത്തം മാതാപിതാക്കളുടെ പൊരുത്തത്തിലാണ്. അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. ചരിത്രം ഞാൻ നീട്ടുന്നില്ല. അൽഖമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. എത്രയോ വാളുകളിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറ്റ ശഫാഅത്ത് കാരണം ഉമ്മ മാപ്പ് കൊടുത്തതാണ്. വടിയും കുത്തി പിടിച്ചു വന്ന ഉമ്മ
കഴിഞ്ഞ ദിവസം വൃദ്ധസദനത്തിലുള്ള ഒരു ഉമ്മ വിതുമ്പി കരയുന്ന ഒരു ചിത്രം കണ്ടപ്പോ ഏറെ വിഷമം അനുഭവിച്ചു പോയി. കവിളൊക്കെ ഒട്ടിയ ഒരു ഉമ്മ. ആ ഉമ്മാക്കൊരു മകളും ഒരു മകനും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്. അവരുടെ ജീവിത വൃത്തിക്ക് ഈ പ്രായം ചെന്ന ഉമ്മ തടസ്സാകുന്നു കരുതിയിട്ട്, ഉമ്മാനെ നല്ല നിലക്ക് നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കിയതാണ്. ആ ഉമ്മ പൊട്ടിക്കരയുന്നത്, മുമ്പൊക്കെ മാസത്തിൽ 2 തവണയെങ്കിലും എന്റെ മക്കൾ ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ മാസം തീരെ വിളിച്ചില്ല. അവരത്രത്തോളം എന്നെ അകറ്റിയല്ലോ, വെറുത്തല്ലോ എന്ന് പറഞ്ഞിട്ടാണ്. ഭക്ഷണം കിട്ടാഞ്ഞിട്ടല്ല, ഭക്ഷണത്തെക്കാളും വലുത്, സൗകര്യത്തെക്കാളും വലുത് ആത്മാർത്ഥമായ സ്നേഹമാണ്, ആത്മാർത്ഥമായ സമ്പർക്കമാണ്. അതിനാണ് അള്ളാഹുവിന്റെ റിള ലഭിക്കുന്നത്, അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കുന്നത്. സമ്പന്നയായിട്ടും ഉമ്മമാരെ ഖദീജ റളിയല്ലാഹു അൻഹാ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പാലൂട്ടിയ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത് കണ്ടില്ലേ നിങ്ങൾ? സ്വന്തം മാതാവിന്റെ സ്ഥാനത്ത് 2 വർഷത്തിലധികം പോറ്റി വളർത്തിയ അവിടുത്തെ ഉമ്മമാരിൽ ഒരു പ്രധാനപ്പെട്ട ഉമ്മയാണ് ഹലീമത്തു സാദിയ റളിയല്ലാഹു അൻഹാ. ഹലീമ ബീവി വരുമ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വീകരിച്ച് ആ ഹലീമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് എന്താ വേണ്ടത് എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ ഉമ്മാക്ക് സാമ്പത്തികമായി കുറച്ച് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോ കുലീന വനിതയായ ഖദീജ റളിയല്ലാഹു അൻഹ കൊടുത്തത് 20 ഒട്ടകങ്ങളും 20 ആടുകളും. എന്തൊരു സ്നേഹാണ് ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ആ ഉമ്മയോട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയോട് എന്തൊരു ബഹുമാനമാണ്, എന്തൊരു സ്നേഹാണ്, എന്തൊരു സന്തോഷമാണ്. അവിടെയാ നമ്മൾ കാണേണ്ടത്. ആ സ്നേഹ ബഹുമാനമാണ് കാണേണ്ടത്. നമ്മൾ ഈ ചരിത്രങ്ങളൊക്കെ പറയുമ്പോ ആളുകളുടെ മനസ്സിലെന്താ ഉണ്ടാകാന്നറിയാം. അതെ, നിങ്ങൾ ആ പറഞ്ഞ പരുവത്തിലൊന്നും അല്ല നമ്മളമ്മ വേറെ ലെവലാണ്. അതുകൊണ്ട് ആ ലെവലിലേ നിൽക്കാൻ കഴിയുള്ളൂ. എങ്ങനെയാണെങ്കിലും ജന്മം തന്ന ഉമ്മന്നല്ലേ, വളർത്തിയ വാപ്പന്നല്ലേ, വേറെ ആരുമില്ലല്ലോ, അന്യരല്ലല്ലോ അവര്. വ്യത്യസ്ത സ്വഭാവങ്ങൾ ഉണ്ടാകും. എല്ലാവരുടെയും ഒരു സ്വഭാവമാകൂല. ചിലപ്പോ കർശനമായ സ്വഭാവം, പരുക്കൻ സ്വഭാവം ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ അതിന് പറ്റുന്ന രീതിയിലാകണം പ്രതികരിക്കേണ്ടത്. പറ്റുന്ന സ്വഭാവത്തിലാകണം നമ്മൾ അവരെ സംരക്ഷിക്കേണ്ടത്. അതിനാണ് കാര്യം കിട്ടുക, അതിനാണ് ബഹുമാനം കിട്ടുക. അതുകൊണ്ടല്ലേ സ്നേഹം കുറച്ച് കുറഞ്ഞിട്ട്, സ്നേഹവും ബഹുമാനവും കുറച്ചങ്ങോട്ട് കുറഞ്ഞപ്പോഴല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്യാണം കഴിച്ച ആദ്യ പെണ്ണിനെ ഉമ്മരപ്പടി മാറ്റി വെക്കണം എന്നുള്ള ഒരു വാക്കിലൂടെ കൊടുക്കേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് തിരിച്ചുപോയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുന്നാര പൂമുഖം കണ്ടിട്ട് ഒരു ചെറിയ റെസ്പെക്ട് ആ പെണ്ണിന്റെ ഭാഗത്തു നിന്നുണ്ടാകണ്ടേ, ഒരു ബഹുമാനെങ്കിലും. ഇത്രയും പ്രായമുള്ള ഒരാൾ വന്നിട്ട് ഒന്ന് ഇറങ്ങണില്ലേ, ഒന്ന് ഭക്ഷണം കഴിക്കുന്നില്ലേ എന്നൊരു ചോദ്യമെങ്കിലും. കഷ്ടപ്പാടുകളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും മാത്രം വെച്ച് വിളമ്പി അതൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ആകെ ഇടങ്ങേറ് പിടിച്ച ജീവിതമാണ് എന്ന് പറഞ്ഞപ്പോ ഇങ്ങനത്തെ ഒരു സ്വഭാവത്തിൽ നിന്ന് ഒരു പേരക്കുട്ടി തൽക്കാലം വേണ്ട. കാരണം വരുന്ന പേരക്കുട്ടികളൊന്നും ഒരു മട്ടത്തിലാകൂല. ജുർഹും ഗോത്രക്കാരുമായി ഇടപഴകി ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ പെണ്ണിനെ ഉപേക്ഷിച്ച് രണ്ടാമതൊരു പെണ്ണിനെ കല്യാണം കഴിച്ചു. എന്തിനാ ഉപേക്ഷിച്ചത് എന്നേക്കാരം നിങ്ങളെ ചോദ്യം. സൂഉൽ ഖുലുഖ്, ദുസ്വഭാവം. എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല, സ്വഭാവം മോശമായാലും. എത്ര ഹൈ ലെവൽ ബിൽഡിംഗ് ഉണ്ടായിട്ട് കാര്യമില്ല, സ്വഭാവം മോശമായാലും ഒരു തരി സമാധാനം ഉണ്ടാകും. സ്വഭാവം മെച്ചപ്പെടണം. സ്വഭാവം മെച്ചപ്പെട്ടതാണോ, ഇരിക്കാക്കൂരയാണെങ്കിലും ശരി, സ്വർഗ്ഗരിക്കും. ചെറിയൊരു ഷെഡിലാണ് ഒരു കുടുംബം കഴിയുന്നത്, പക്ഷെ മെച്ചപ്പെട്ട സ്വഭാവമാണ്. കോടിക്കണക്കിന് കൊടുത്താലും അത്തരത്തിലുള്ള സ്വഭാവമുള്ളതിനെ കിട്ടൂലെങ്കിൽ ആ ഇരിക്കാക്കൂര, ആ ഷെഡ്, അതൊരു സ്വർഗ്ഗാണ്. ഈ ലോകത്തെ ഒരു സന്തോഷമുള്ള സ്വർഗ്ഗാണ്. രണ്ടാമത് കല്യാണം കഴിച്ച ആ പെൺകുട്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അടയാളങ്ങളെ കൊണ്ടും മറ്റും മനസ്സിലാക്കി ആദ്യ ഘട്ടത്തിൽ കണ്ടപ്പോഴേക്കന്നെ ആ പെൺകുട്ടി ചോദിച്ചു, അലാ തൻസിൽ ഇലൈന, വാഹനത്തുനിന്ന് ഇറങ്ങുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാലോ, എന്തെങ്കിലുമൊക്കെ കുടിക്കാലോ. എത്ര സന്തോഷത്തോടെ ചോദിച്ചത്.
വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എങ്ങനെയുണ്ട് ഭക്ഷണം രീതിയൊക്കെ എന്ന് ചോദിച്ചപ്പോ ഉള്ളതിൽ ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണം കിട്ടിയത് ആ വീട്ടിലേക്ക് വന്ന് ഏറ്റവും സന്തോഷത്തോടെ കഴിച്ച ഭക്ഷണം ഞങ്ങൾക്ക് ഇറച്ചിയൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടാകാറുണ്ട്, മതിയായ വെള്ളം ഉണ്ടാകാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അന്നത്തെ ദുആ, അല്ലാഹുവേ അവരുടെ മാംസത്തിലും വെള്ളത്തിലും നീ ബർക്കത്ത് കൊടുക്കണേ. ഏതെങ്കിലും ഒരു കാലത്ത് അന്ന് മുതൽ ഇന്ന് വരെ ഈ രണ്ട് വിഷയത്തിൽ നിന്ന് മക്ക നഗരം ഒഴിവായിട്ടില്ല. എപ്പോഴും സുലഭമായ വെള്ളം, സുലഭമായി മാംസം വിൽക്കപ്പെടുന്നു അവിടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദുആയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വലം യകുൻ ലഹും യൗമഇദിൻ ഹബ്ബുൻ. അന്നവർ ധാന്യം ഭക്ഷണത്തിന് ഉപയോഗിക്കാറില്ല. അതുകൂടി ഉണ്ടെങ്കിൽ അതിനും കൂടി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദ്വാരന്നിരുന്നു. എന്നിട്ട് പോകാൻ നേരത്തെ ഈ പെൺകുട്ടി ഉപ്പ പോകല്ലേ, കുറച്ചു നേരം നിൽക്കിന്ന് പറഞ്ഞു അകത്ത് ഒരു കപ്പിൽ വെള്ളം എടുത്തു കൊണ്ടുവന്ന് വാഹനത്തിന്റെ മേലെ ഇരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പലകയോ ഒരു പാറക്കല്ലോ കൊണ്ടുവന്ന് അടുത്ത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് പൊടിപടലങ്ങൾ പുരണ്ട താടിയും തലയും ഒക്കെ വെള്ളം കൊണ്ടൊന്ന് തൊട്ട് വൃത്തിയാക്കി തടവിക്കൊടുത്ത്, തൊട്ടാവുന്നു പറയാത്ത ബന്ധല്ലേ, തടവിക്കൊടുത്ത് സന്തോഷിപ്പിച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ യാത്ര അയച്ചത്. അക്കുടുംബത്തിലാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന് 10 മക്കൾ ജനിച്ചത്. നല്ല സന്തോഷമുള്ള കുട്ടികൾ. സ്നേഹവും സമാധാനവുമാണ്. വെറുപ്പിക്കാൻ പാടില്ല ഒരു നിലക്കും. വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ മൗനം കൊണ്ടോ സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയിലോ ദാരിദ്ര്യത്തിലോ ഒന്നും വെറുപ്പിക്കാൻ പാടില്ല. ഉറപ്പിക്കാൻ ഇവിടെ കാരണമായി പറഞ്ഞത് നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ നാട്ടിലും ഉദാഹരണം പറയാണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാരണത്തിന് അക്ക ഉമ്മഹു അദനാ സ്വദീഖഹു അഖ്സാബാ, പാപ്പാനെ അകറ്റാനും ഉമ്മാനെ ഉറപ്പിക്കാനും കാരണം നടുവിൽ പറഞ്ഞതാണ് അദനാ സ്വദീഖഹു. എത്ര വ്യക്തമായ അടയാളമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞു, വളഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദി. പള്ളി മേത്തരം ബഹുമാനമുള്ളതാണ്. പള്ളികളിൽ അപശബ്ദങ്ങൾ, പള്ളികളിൽ ആവശ്യമില്ലാത്ത ശബ്ദങ്ങൾ ഉയർന്നു വന്നാൽ ഭൗതിക സംസാരങ്ങൾ ഒരിക്കലും പള്ളിയിൽ വരരുത്, ഒരിക്കലും പള്ളിയിൽ ഉണ്ടാവരുത്. ഫോൺ വന്നാൽ അത് വിളിക്കാൻ വേണ്ടി പള്ളിയുടെ ചെരുവിലേക്ക് പോകണം. പള്ളിക്ക് വരാൻ തന്നെ വരാന്താന്നല്ലേ എവിടെ പറയാം. എന്തിനാ പള്ളിക്ക് വരാന്നുണ്ടാക്കിയത്? ആദ്യമായി പള്ളിക്ക് വരാന്നുണ്ടാക്കിയത് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മദീന പള്ളി വരാന്തുണ്ടാക്കിയിട്ട് മഹാനവർകൾ ഉള്ളിൽ ചെന്നിട്ട് പറഞ്ഞു, സംസാരിക്കണമെങ്കിൽ, ആരെങ്കിലും അന്വേഷിക്കണമെങ്കിൽ, കളഞ്ഞുപോയ ഏതെങ്കിലും സാധനം വന്ന് വിളിച്ചു പറയണമെങ്കിൽ ഈ വരാന്തയിലേക്ക് ഇറങ്ങണം. പള്ളിന്ന് പറ്റൂല. കമ്മിറ്റി മീറ്റിംഗ് ഒന്നും പള്ളിയിൽ കൂടാൻ പറ്റൂല. അതൊക്കെ പുറത്തുനിന്ന്. അതിനാണ് വിശാലമായ മദ്രസ, അല്ലെങ്കിൽ നല്ല മുറ്റത്തൊരു പന്തലോ കെട്ടി ഉഷാറായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വീടിന്റെ ഡൈനിങ് ഹാളിൽ അവിടൊക്കെ ചേരാം. ഇത് മദ്രസല്ലേ? ആ വിശാലമായ മദ്രസ. എത്ര സ്ഥലമുണ്ട്? നാട്ടിൽ ജനബോഡി അംഗങ്ങളും ഒത്തിരുന്നാലും സ്ഥലം ബാക്കിയായിരിക്കും. അത്രയും വിശാലത, നല്ല സൗന്ദര്യമുള്ള വിശാലമായ കെട്ടിടം. അപശബ്ദങ്ങൾ വല്ലതും വരാൻ സാധ്യതയുണ്ടായേക്കാവുന്ന ഒരു മീറ്റിംഗും നടക്കാൻ പാടില്ല. പള്ളിയെ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. പലയിടത്തും ശബ്ദങ്ങൾ ഉയർന്നുപോയി, പള്ളിയിൽ ഭൗതിക സംസാരങ്ങൾ ഉയർന്നുപോയി. നഊദുബില്ലാഹ്. പലരോടും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രൂപത്തിലായി പോയി. ചോദിച്ചുമ്പോഴേക്ക് മറുചോദ്യം വരികയാണ്. അത്ര കണ്ട് ബഹുമാനിക്കേണ്ടതാണ് പള്ളി. പള്ളിയിൽ രണ്ടുപേര് ഉയർന്ന ശബ്ദം അങ്ങോട്ടും ഇങ്ങോട്ടും ശബ്ദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് വിരി നീക്കിയിട്ട് നോക്കി, ആരാണ് ഈ ശബ്ദിക്കുന്നത്? ഒന്ന് ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. മറ്റൊന്ന് ഇബ്നു ഹദ്റദ് എന്ന് പറയുന്ന മനുഷ്യനാണ്. എന്തേ ഇങ്ങനെ ഒച്ചുണ്ടാക്കുന്നത്? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഈ മനുഷ്യനിക്ക് കടം തരാനുണ്ട്, തരുന്നില്ല.
ടൈമൊക്കെ കഴിഞ്ഞു പോയി, ഇത് തരാത്തതെന്താണ് ഞാൻ ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി ശരിയാതാക്കുമ്പോ എന്റെ സൗണ്ട് കൂടി പോയതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി വന്ന് ആ പ്രശ്നം രമ്യമായി പരിഹരിച്ചിട്ട് പറഞ്ഞു, കഅബേ നിങ്ങൾ കടം കൊടുത്തു ശരിയാണ്, അവനൊരു പാവമല്ലേ, ഒന്ന് പകുതി നിങ്ങൾ വിട്ടുകൊടുക്കുമോ? കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പറഞ്ഞത് കൊണ്ട് പകുതി ഞാൻ വിട്ടുകൊടുത്തു. ഇബ്നു ഹദ്റദിനോട് പറഞ്ഞു, പെട്ടെന്ന് പോയിട്ട് ബാക്കി പകുതി വീട്ടിയേക്കണം. ആ പ്രശ്നം രമ്യമായി പരിഹരിച്ച് തങ്ങൾ അവരെ പുറത്തിറക്കി വിട്ടു. പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നത് അത്രയും ഗൗരവത്തോടെ കണ്ടിരുന്നു. എത്ര നിസ്സാരമായിട്ടാണ് പലപ്പോഴും ഇത് കാണുന്നത്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ദീനിയായ കാര്യങ്ങൾ പറയാം, അതിന് പള്ളി വേണം. ദർസ് നടത്താനും പഠിപ്പിക്കാനും അതൊക്കെ ദീനിന്റെ ഉപകാരപ്രദമായതാണ്. ഭൗതിക വിഷയങ്ങൾ പറയാൻ അതിന് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങണം. പക്ഷേ ആ രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ കണ്ടു കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സാദൽ ഖബീലത ഫാസിഖുഹും. അതെ, ഒരു പ്രദേശത്തിന്, ഒരു നാടിന് നേതൃത്വം വഹിക്കുന്നത് ഫാസിഖുഹും, അവരിലെ ഫാസിഖായി വന്നാൽ നേതൃത്വം വഹിക്കേണ്ടത് ആരാണ്? ദീനിയായ നിലയ്ക്ക് ഇൽമും അമലും ഉള്ള ആളാണ് നേതൃസ്ഥാനത്ത് നിൽക്കേണ്ടത്. ഫാസിഖീങ്ങളെ നേതാക്കളായി വരരുത്. നിസ്കരിക്കാത്ത, നോമ്പ് നോൽക്കാത്ത, ജുമുഅക്ക് വരാത്ത, സാമ്പത്തിക ഭദ്രത മാത്രമുള്ള ആള്, അവര് ദീനിന്റെ നേതൃസ്ഥാനത്ത് വരരുത്. നേതൃസ്ഥാനത്ത് വരേണ്ടത് ഇൽമും അമലും തഖ്വയും ഉള്ളവരാണ്. അങ്ങനെയാണ് അതിന് മുൻഗണന കൊടുക്കേണ്ടത്. പലയിടത്തും ഈ വിഷയം പേടിയിലാണ് പല ആളുകളും. സാദൽ ഖബീലത ഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലഹും. കുടുംബത്തിന്റെ തലവനോ അതേ ഏറ്റവും അധികം താഴ്ന്ന സ്വഭാവം വെച്ചു പുലർത്തുന്ന ആളായി മാറിയാൽ പലയിടത്തും അതും കാണാനുണ്ട്. ലഹറത്തിൽ ഖൈനാതു വൽ മആസിഫു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എത്ര വെളിവായി സഹോദരങ്ങളെ. ലഹറത്തിൽ ഖൈനാതു, നൃത്തം വെക്കുന്ന പെൺകുടികൾ പരസ്യമായി രംഗത്ത് വന്നാൽ. മുമ്പുണ്ടായിരുന്നോ നാട്ടില് കല്യാണത്തിനും, ഇവിടെ കല്യാണത്തിന് വേറെന്തൊരു പേരുണ്ടല്ലോ, മൈലാഞ്ചി എന്നല്ലേ. ആ മൈലാഞ്ചിക്കും സൽക്കാരത്തിനും ഇനി അതോടനുബന്ധിച്ചുള്ള വേറെ ഏതും സദ്യയോടായാലും നൃത്തം വെക്കുന്ന പെണ്ണുങ്ങൾ ഇത്ര പരസ്യമായിട്ട്. എന്തേ പെണ്ണുങ്ങൾ അങ്ങനെ പറയാൻ കാരണം? പെണ്ണുങ്ങൾ ആ സ്വഭാവത്തിൽ ഏറ്റവും കൂടുതൽ മുഴുകി. നിങ്ങൾ ഈ റോട്ടിൽ, മെയിൻ റോട്ടിൽ നിന്ന് ഇറങ്ങി നിൽക്കി. രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകുന്ന ടൂറിസ്റ്റ് ബസ്സുകളെ ഒന്ന് എണ്ണ എടുത്തിട്ടൊന്ന് ഫോട്ടോ പകർത്തി അതിന്റെ ഉള്ളിൽ നൃത്തം വെക്കുന്ന നർത്തകികളെ കാണാൻ പറ്റും. നല്ല തട്ടമിട്ട് നൃത്തം വെക്കുന്ന നർത്തകിമാരെ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോയി നോക്കി, കുട്ടിപ്പാട്ട് നടത്തിയിട്ട് ഫോട്ടോ എടുക്കുന്ന, നൃത്തം വെക്കുന്ന ആളുകളെ കാണാം പരസ്യമായിട്ട്. ഒരു പ്രശ്നവുമില്ല, ഒരു ഹയാ ഇല്ല. ഹയാഇന്റെ മറകളൊക്കെ നീങ്ങിപ്പോയി. ലഹറത്തിൽ ഖൈനാത്ത്. പലരും അത് ആഗ്രഹിക്കാണ്. നൃത്തം വെച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ഥാനമാനം ലോകത്ത് കിട്ടുകയാണെങ്കിൽ അത് എനിക്കാകണം. അതുകൊണ്ടാണ് പലരും അതങ്ങനെ സേവ് ചെയ്തിട്ട് അതങ്ങോട്ട് പരസ്യമായിട്ട് ലോകത്തേക്ക് വിടുകയാണ്. ഒന്ന് നോക്കി അഭിപ്രായം പറയുന്ന കമന്റ് എഴുതിയെന്നും പറഞ്ഞു. എങ്ങനെയുണ്ട് എന്നുള്ള മൊത്തത്തിൽ സമൂഹത്തോട് അഭിപ്രായം പറയാൻ വേണ്ടി നൃത്തം വെക്കുന്ന നർത്തകിമാര് പരസ്യമായി രംഗത്ത് വന്നാൽ, സംഗീതോപകരണങ്ങളും പരസ്യമായി രംഗത്ത് വന്നാൽ, സംഗീത ശബ്ദങ്ങളും വാദ്യോപകരണങ്ങളും ഉപയോഗിക്കുന്നതിൽ സഹോദരങ്ങളെ ലിമിറ്റുണ്ട്. ഇസ്ലാമിന് സന്തോഷിക്കാൻ ഒരു മുട്ടും കൊട്ടുമുണ്ട്. കണ്ടില്ലേ നിങ്ങൾ ചെറിയ മക്കൾ നേരത്തെ മുട്ടിയത്? അത് സുന്നത്താണ്, വരവേൽപ്പിന് സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മുട്ട് കല്യാണത്തിൽ മുട്ടിച്ചിട്ടുണ്ട്. ദഫ് മുട്ട് എന്നാണ് അതിന്റെ പേര്.
ദഫ്മുട്ട് ഉണ്ട്, അത് സുന്നത്താണ്. ആഘോഷങ്ങളിലും കല്യാണങ്ങളിലും ഒക്കെ അത് സുന്നത്താണ്. മദീനക്കാര് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേറ്റത് റബീഉൽ അവ്വൽ 12 മാത്രമല്ല, റമളാനിൽ 17 ശേഷവും വരവേറ്റത് ത്വലാൽ ബദ്ർ പാടിയിട്ടാണ്, ദഫ് മുട്ടിയിട്ടാണ് സന്തോഷത്തോടെ വരവേറ്റത്. അന്നത്തെ വലിയ വലിയ ഗോത്രത്തലവന്മാരുടെയും മറ്റുമൊക്കെ വീടുകളിൽ കല്യാണം നടക്കുമ്പോ ആൺവീട്ടിലും പെൺവീട്ടിലും ദഫ് മുട്ട് നടത്താറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുബയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടില് കട്ടിലിൽ പോയി ഇരുന്നിട്ട് ദഫ് മുട്ടുന്നത് തങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്. കുട്ടികൾ ദഫ് മുട്ടുന്നു, പാട്ട് പാടുന്നു, കട്ടിലിൽ ഇപ്പുറത്തിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുന്നു. അത് സുന്നത്താണ്. ഇസ്ലാം ഓരോന്നിനും ഒരു പരിധിയും ഒരു ലിമിറ്റും വെച്ചിട്ടുണ്ട്. അതിലപ്പുറം പോകുമ്പോ ഇപ്പറഞ്ഞ രൂപത്തിലായി അത്. സംഗീതോപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം? അതിന് ഒറ്റപ്പേര് പറഞ്ഞാൽ വേഗം പറഞ്ഞാൽ എല്ലാവർക്കും വേഗം മനസ്സിലാവും. എന്ത് സെറ്റ് എന്നാ പറയാ? എന്ത് സൗണ്ട് എന്നാ പറയാ? DJ. എനിക്കത് വലിയ ഓർമ്മല്ല. DJ. പിന്നെ അവിടെ അന്ന് രാവിലെ വരെ കാതിലേക്ക് എന്തെങ്കിലും കേൾക്കണമെങ്കിൽ എന്തെങ്കിലും ചെപ്പിത്തോണ്ടി എടുത്തുകൊണ്ട് മാന്തേണ്ടി വരും. കാതടഞ്ഞു, 2 കാതും അടഞ്ഞു, പിന്നെ കേൾക്കൂലല്ലോ സുബഹി വരെ. പരിസരത്തെ ഏതെങ്കിലും പ്രായമുള്ള ആൾക്കാർ ഉറങ്ങോ? ഉറങ്ങൂല, ഉറങ്ങാൻ പാടില്ല. അന്ന് രാത്രി ഓലൊക്കെ ഇത്തിക്കാഫില്ല. ആരും ഉറങ്ങാൻ പാടില്ല. കുട്ടികൾ ഉറങ്ങാൻ പാടില്ല. ചെറിയ മുലയൂട്ടുന്ന കുട്ടികൾ ഉറങ്ങാൻ പാടില്ല. ആ കുട്ടിക്ക് മുലയൂട്ടുന്ന ഉമ്മ ഉറങ്ങാൻ പാടില്ല. രാവിലെ മുതലേ വീട്ടിലും മറ്റും പല ജോലി എടുത്ത് ക്ഷീണിച്ച പലരും ഒന്നും ഉറങ്ങാൻ പാടില്ല. ആരും ഉറക്കം ബുദ്ധിമുട്ട് ഒച്ച തകനെ ഇടങ്ങേറാക്കാൻ പാടില്ല, ഒരാളെ ബുദ്ധിമുട്ടാക്കാൻ പാടില്ല ഒരാളെ. പള്ളിയിൽ നിന്ന് വരെ നോക്ക് നിങ്ങൾ, പള്ളിയിൽ നിന്ന് വരെ ഉറങ്ങുന്ന ഒരാൾ പള്ളിയിൽ ഉറങ്ങുകയാണ്. ഒരാൾ ഇപ്പുറത്ത് ഖുർആൻ ഓതുകയാണ്. ഇസ്ലാമിന്റെ നിർദ്ദേശമില്ല ഖുർആൻ ഓതുന്ന ആൾ മിതമായ ശബ്ദത്തിൽ ഓതണം. ആ ഉറങ്ങുന്നാക്ക് ശല്യാകരുത്. അയാളൊരു ഉറക്കം വന്നപ്പോൾ ഉറങ്ങിയതാണ് അവിടെ പള്ളിയിൽ. പള്ളി ഉറങ്ങാൻ പാടില്ല എന്നല്ലോ. ഒരു കൈലൂലത്തൊക്കെ ഉദ്ദേശം ഉറങ്ങി. ഇപ്പുറത്ത് മറ്റേക്ക് ഖുർആൻ ഓതണം, സൗണ്ട് കൂടാൻ പാടില്ല. എന്തൊരു നിർദ്ദേശമാണ്! എത്രമാത്രം ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മളെ അയാൾക്ക് പുറേ പോയി ഇറങ്ങിക്കൂടെ അല്ലേ? അയാൾക്ക് അവിടെ പോയി ഇറങ്ങിക്കൂടെ? ഇവിടെ തന്നെ ഉറങ്ങണോ? ഉറങ്ങണ ആക്കൊരു നിയമല്ലേ? ഉറങ്ങണ ആളെടുത്ത് വെച്ചല്ലേ ഞാൻ ഓതുന്നത്. അപ്പൊ ഞാൻ അതിന് സൗണ്ട് കുറക്കണം. എന്റെ ഓത്തൊക്കെ ഒന്ന് മിതമായ സൗണ്ടിലാക്കണം. എന്റെ ഓത്ത് കാരണം, ഓത്ത് എന്നുള്ള വലിയൊരു ഇബാദത്തല്ല, ഖുർആനോത്ത് കാരണം, ഞാൻ ഹദീസ് ഓതുന്ന കാരണം ആ ഉറങ്ങുന്ന ആൾക്ക് അത് ശല്യാക്കാൻ പാടില്ല. അപ്പുറത്ത് നിസ്കരിക്കുന്ന ഒരാളുണ്ട്, ആ നിസ്കരിക്കുന്ന ആൾക്ക് എന്നെ കൊണ്ട് ഇടങ്ങേറാകാൻ പാടില്ല. മിതമായ സൗദത്തിലാകണം ഞാൻ ഓതേണ്ടത്. ഇതൊക്കെ പഠിപ്പിക്കുന്നത് നമ്മളോടല്ലേ? അതുകൊണ്ട് നമ്മൾ പാലിക്കേണ്ട ഒന്നാണ്. സംഗീതോപകരണങ്ങളും മറ്റുമൊക്കെ കുറക്കണം. അല്ലാഹു തആലാന്റെ അദാബ് വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതൊക്കെ ലിമിറ്റ് വിട്ട്, പരിധി വിട്ട് അപ്പുറം പോയി കഴിഞ്ഞു. ശുരിബത്തുൽ ഖുമൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് തന്നെ അങ്ങനെയാണ്. ശുരിബത്തുൽ ഖുമൂർ, മദ്യപാനം മോന്തപ്പെട്ട് കഴിഞ്ഞാൽ ആര് കുടിക്കുന്നു എന്ന് പറയാതെയാണ് തങ്ങളെ പ്രയോഗം. ആ പ്രയോഗത്തിന് നല്ലൊരു സൗന്ദര്യമുണ്ട്. ആര് കുടിക്കുന്നു നോക്കണ്ട, കുടി അത്രയും അധികരിച്ചിട്ടുണ്ട് എന്നതാണ് പറഞ്ഞത്. ശുരിബത്തുൽ ഖുമൂർ, ഖംറുകൾ കുടിക്കപ്പെട്ടു, ഖംറ് മോന്തപ്പെട്ടു. കുടിക്കുന്നത് ആര് എന്ന് പറയാതെ ഖംറ് ഇത്രയും മോന്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുടി അങ്ങനെ സുലഭമായിട്ട്. സുബ്ഹാനല്ലാഹ്, അതൊരു പ്രശ്നമാക്കാത്ത രൂപത്തിലുണ്ട്. പലയിടത്തുനിന്ന് യാത്രയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു യാത്രയാണ് വിമാനയാത്ര. എന്തേ വിമാനയാത്ര സുഖല്ല, എന്താ പേടിക്കാന്? അത് വിമാനയാത്രയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ വരും. അപ്പൊ എത്ര ആളാ അത് വാങ്ങി ഒന്ന് റാഹത്തിന് കുടിക്കാൻ വേണ്ടി ഒരുങ്ങണത്. മുമ്പൊരിക്കൽ എന്നോട് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഉസ്താദേ ഇതൊന്നല്ല, ഇതിനേക്കാളും വലിയ രസമുണ്ട്.
എനിക്ക് കഴിഞ്ഞ യാത്രയിൽ ഒരു ചെറുപ്പക്കാരനെ കൂടെ കിട്ടിയപ്പോ ഞാൻ വലിയ സന്തോഷിച്ചു. അദ്ദേഹം പറയാ സന്തോഷിച്ചു. ആ ചെറുപ്പക്കാരൻ വന്ന ഉടനെ തന്നെ ഇശാമാരിബിന്റെ ഇടയിൽ തബാറക്കും ഇതാവക്കാത്തൊക്കെ ഓതി. നല്ല സ്വഭാവമാണല്ലോ. തബാറക്കും ഇതാവക്കാത്തൊക്കെ ഓതുന്ന ചെറുപ്പക്കാരനെ കിട്ടിയെന്നുള്ള എനിക്ക് സന്തോഷമായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഫ്ലൈറ്റിൽ ഭക്ഷണമൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവന്റെ ബാഗ് തുറന്നൊരു സാധനം ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സുഹൃത്തെ നീയല്ലേ നേരത്തെ തബാറക്കും ഇതാവക്കാത്തൊക്കെ ഓതിയത്, ഇപ്പൊ എന്താ പരിപാടി, ഇത് പറ്റുമോ? അപ്പൊ ഓൻ പറഞ്ഞ അഭിപ്രായം എന്താ ഉസ്താദേ? ഓൻ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ വല്ലാതെ അന്തം വിട്ടുപോയി. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അതെ ഖുർആനിലെ ആ ഖംറ്, ഹദീസിൽ ആ ഖംറ് എന്നൊക്കെ പറഞ്ഞില്ലേ, അത് വേറെ, ഇതല്ല, ഇത് ബീർ, അതിന് പ്രശ്നമല്ല. കൂടവൻ ആയത്ത് ഓതി കുലു വശ്റബൂ എന്നല്ലേ അല്ലാഹു പറഞ്ഞു. അല്ലാഹു തആല കുലു വശ്റബൂ എന്ന് മാത്രമല്ല പറഞ്ഞത്, കുലു വശ്റബൂ വലാ തുസ്രിഫൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരും അതല്ല, കുലു വശ്റബൂ എല്ലാവരും ഓതും. കുലു നിങ്ങൾ ഭക്ഷിച്ചോളൂ, വശ്റബൂ കുടിച്ചോളൂ, വലാ തുസ്രിഫൂ എന്നുണ്ട് അതിനപ്പുറത്ത്. പറ്റാത്തതാകരുത്. ഒരു തഫ്സീർ അങ്ങനെ, വലാ തുസ്രിഫൂ, കഴിക്കുന്നതും കുടിക്കുന്നതും അന്യമാകരുത്, ഹറാമായതാകരുത്, പരിധി വിട്ടാകരുത്. അങ്ങനൊക്കെ വ്യാഖ്യാനങ്ങളുണ്ട്. കുലു വശ്റബൂ എന്ന് മാത്രം ഓതിയാ പോരാ, കുലു വശ്റബൂ വലാ തുസ്രിഫൂ, പറ്റുന്നതേ ആകാവൂ, കുടിക്കുന്നതും കഴിക്കുന്നതൊക്കെ. എന്നിട്ട് അയാളാണ് കുടിച്ചു, ബോധവും കെട്ട് അങ്ങനെ ആ സുഖത്തിൽ അങ്ങനെ കഴിയാണ്. അപ്പൊ അത്രയും വിഷയമല്ലാത്ത രൂപത്തിൽ പരന്നുപോയി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഏതെങ്കിലും ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അവരെ ഉപദേശിച്ച് നമ്മൾ നന്നാക്കണം. ആ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അവരെ പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ആ സ്വഭാവത്തിൽ നിന്ന് മാറ്റണം. ഘട്ടം ഘട്ടമായിട്ട് മാറ്റണം. മയക്കുമരുന്നിന് അടിമപ്പെട്ടവര് അങ്ങനെ ഏതെങ്കിലും സംഭവത്തിൽ പോയി കുടുങ്ങിയിട്ട് അതൊരു ട്രെൻഡായി സുഖമായി മാറിയിട്ട് അങ്ങനെ നിന്ന ആളുകൾ അവരെ ശപിക്കാതെ ആക്ഷേപിക്കാതെ പിടിച്ച് നല്ല ഉപദേശങ്ങൾ നൽകിയിട്ട് മാറ്റണം. നമ്മളെ സുഹൃത്തുക്കളാണ് അവര്, വൈകല്യങ്ങൾ സംഭവിച്ചവരാണ്. തള്ളി മാറ്റരുത്, കഴിവിന്റെ പരമാവധി നന്മയിലേക്ക് കൊണ്ടുവരണം. ഇനിയും അവർ ആ വിഷയത്തിൽ തുടരാതെ മാറി നിൽക്കണം. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. മദ്യപാനത്തെക്കാളും കൂടുതൽ മയക്കുമരുന്ന്, ലഹരി, അതിന്റെ ഉപയോഗം അത്രയും വർദ്ധിച്ചിട്ടുണ്ട്. എന്റെ ഉമ്മത്തിന്റെ അവസാനം വരുന്ന ആളുകൾ മദ്യം ഹലാലാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുമ്പോ അന്ന് നമ്മുടെ നേതാക്കളായ സ്വഹാബ ചോദിച്ചു, നബിയേ എങ്ങനെ അവരെ ഹലാലാക്കും? മഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, അതിന്റെ ദൂഷ്യവശങ്ങളൊക്കെ അല്ലാഹു ഖുർആനിൽ വിശദീകരിച്ചിട്ടില്ലേ? മദ്യവും ചൂതാട്ടവും മസ്തും മയക്കുമരുന്നുമൊക്കെ എന്തിനാണത്? അത് വയസുദ്ദക്കും അൻ ദിക്രില്ലാഹി വഅനിസ്സലാഹ് അൻ യുഖിയ ബൈനകുമുൽ ലദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. ശത്രുതയും പകയും വിദ്വേഷവും കലഹവും ഉണ്ടാക്കാനാണ് പിശാച് ജനങ്ങളിൽ അത് കുത്തിവെക്കുന്നത്. ദിക്റിന് മനസ്സ് വരില്ല, നിസ്കാരത്തിന് ചിന്ത വരൂല, ആ വിഷയത്തിൽ നിന്നൊക്കെ ആളുകൾ മാറിപ്പോകും. ഇതൊക്കെ അല്ലാഹു വിശദീകരിച്ചിട്ടും എങ്ങനെ ജനങ്ങളത് ഹലാലാക്കുമെന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രവചനം എത്ര കറക്റ്റാണ്. സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, അവരതിന് പേര് മാറ്റി പറയും, വേറെ പേര് വെക്കും. ഇത് നിങ്ങൾ ആ ഖുർആനിൽ പറഞ്ഞ ഖംറല്ല, ഇത് ബീറാണ്, ഇത് വിസ്കിയാണ്, ഇത് ആൽക്കഹോളാണ്. നിങ്ങൾ ആ പറഞ്ഞ ഖംറല്ല, അത് വേറെ, ഇത് വേറെ. സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, വേറെ പല പേരും പറഞ്ഞിട്ട് അവരത് കുടിക്കും. സ്വദഖത സ്വദഖത യാ റസൂലല്ലാഹ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യം, എത്ര വ്യക്തമായി പുലർന്നു. ആളുകളൊക്കെ പലയിടത്തും വെച്ച് വിളമ്പുന്നത്, പല ആഘോഷങ്ങളുടെയും ഭാഗമായിട്ട് വിളമ്പുന്നത് ഒരു വിഷയാകാത്ത രൂപത്തിൽ. നാളെ ഒന്നാമതല്ലേ, അല്ലെ ഇന്ന ഒന്നാമതി, നാളെ ഇന്നിങ്ങനെ 12 മണിയൊക്കെ ആകാന്ന് പറഞ്ഞ പേടി തന്നെയാണ്. ആയില്ലല്ലോ, ആയില്ല, പേടിയാണ്. പലരും 12 മണിയാകുമ്പോ ഹലാലാക്കണം. അന്ന് നാളെ ഒന്നായതൊന്ന് പറ്റും.
അല്ലാഹു അല്ലാഹ്. നാളെ കല്യാണം ആയതുകൊണ്ട് ഇന്ന് പറ്റുന്നൊക്കെ ചില ആൾക്കാർ പറയും പോലെ, നാളെ സൽക്കാരാവുമ്പോ കുറച്ചൊക്കെ പറ്റുന്ന പറയും പോലെ, ഇതൊക്കെ അങ്ങനെ തന്നെ. അതിനൊക്കെ ഓരോ രൂപഭാവങ്ങൾ അങ്ങോട്ട് വെച്ച് വിളമ്പി ന്യായം പറയാൻ ആൾക്കാർ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കുടുങ്ങരുത്. നമ്മുടെ കുടുങ്ങിയ കൂട്ടുകാർ അല്ലാഹു മോചിപ്പിക്കുമാറാകട്ടെ. ഒരൊറ്റ തവണ നീ എങ്ങാനും നുണഞ്ഞിട്ട് തൗബയില്ലാതെ നീ മരിച്ചുപോയാൽ നിനക്ക് കുടിക്കേണ്ടി വരുന്ന ഏറ്റവും വൃത്തികെട്ട ജലം മിൻ തീനത്തിൽ ഖബാൽ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിപ്പിക്കപ്പെടും. അത് അല്ലാഹു തആല തീർച്ചപ്പെടുത്തി പറഞ്ഞ വിഷയമാണ്. സ്വഹാബത്ത് ചോദിച്ചു, അമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്, തീനത്തുൽ ഖബാലി എന്താണ് നബിയേ? തങ്ങൾ പറഞ്ഞു, സ്വദീദു അഹ്ലി ജഹന്നം, നരകക്കാരുടെ കക്ഷഭാഗത്തു നിന്നും ഗുഹ്യഭാഗത്തു നിന്നും മറ്റുമൊക്കെ ചൂടോടെ ചീഞ്ഞൊലിച്ചു ഒഴുകുന്ന ചീഞ്ചലമില്ലേ, ചൂടുള്ള ചീഞ്ചലം, അതാണ് കുടിക്കാൻ കൊടുക്കുന്നത്. സഹോദരാ, എപ്പോഴെങ്കിലും അങ്ങനെ നുണഞ്ഞു പോയെങ്കിൽ, നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയെങ്കിൽ തൗബ ചെയ്ത് മടങ്ങിയേക്കണം. ഇനി ഒരു നിലക്കും ആ വിഷയത്തിലേക്ക് പോകൂലാന്ന് ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ്. ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ. ഈ ഉമ്മത്തിന്റെ അവസാനം വരുന്ന കക്ഷികൾ ആദ്യ വിഭാഗത്തെ ആക്ഷേപിക്കുന്ന, കുറ്റം പറയുന്ന ഒരവസ്ഥ വന്നാൽ, പൂർവീകർക്ക് പലതും മനസ്സിലായില്ല എന്നല്ലേ ചിലര് പറയുന്നത്. സ്വഹാബത്തിന് മനസ്സിലായില്ല, താബിയുകൾക്ക് മനസ്സിലായില്ല, തബഉ താബിയുകൾക്ക് മനസ്സിലായില്ല. നഊദു ബില്ലാഹ്. അങ്ങനെങ്ങാനും പറയാൻ പറ്റോ? അങ്ങനെ പറഞ്ഞു പോയില്ലേ, അങ്ങനെ എഴുതിപ്പോയില്ലേ, അവരെ ആക്ഷേപിച്ചില്ലേ, മൊത്തമായി പലതും തള്ളിയില്ലേ. ലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി. ഈ ഉമ്മത്തിന്റെ അവസാനം വരുന്ന കക്ഷികൾ ലഅനത്ത് ചെയ്യുന്നു, ആക്ഷേപിക്കുന്നു. അൽ അവ്വലഹാ, അതിന്റെ ആദ്യ വിഭാഗത്തെ, അതിന് തുടക്കം കുറിച്ച ആളുകൾ ഖവാരിജുകളാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അവർ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ആ ഖവാരിജുകൾ ആദ്യമായി എതിർത്തതാരെയാണ്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്തിനെ. പിന്നെ വന്നു റാഫിളത്ത് എന്ന വിഭാഗം, പിന്നെ വന്നു മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ വിഭാഗം, പിന്നെ ലോകത്ത് വ്യാപിച്ചു ഷിഈയ്യത്ത് എന്ന് പറയുന്ന വിഭാഗം. അതിലേക്ക് അങ്ങ് ചേർത്തി വെച്ചോളൂ ബാക്കി വിഭാഗങ്ങളും. എല്ലാവരും ഒരേ തിയറിയിൽ ഒന്നാണ്. പൂർവീകരെ തരം താഴ്ത്തുന്നതിലും ആക്ഷേപിക്കുന്നതിലും അവർ ദീനിൽ തെളിവല്ല എന്ന് പറയുന്നതിലും ഇവരെല്ലാവരും ഒരുപോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ ശരിക്ക് കണ്ടു കഴിഞ്ഞു. ഇതൊക്കെ ലോകത്ത് നടന്നു കഴിഞ്ഞാൽ ചുവന്ന കാറ്റ് നിങ്ങൾ കാത്തിരുന്നോളണം. ഭൂചലനങ്ങൾ പല ഭാഗത്തും സംഭവിക്കും. ഭൂമി വിഴുങ്ങലും കോലം മറിയലും കൽമഴ വർഷിക്കലും ഒരു മാലയിൽ നിന്ന് നൂലച്ചിട്ട് മണികൾ വീണുപോകും പോലെ തുടരെ വരുന്ന ദൃഷ്ടാന്തങ്ങൾ പലതും നിങ്ങൾ കാത്തിരുന്നോളണം. ലോകത്ത് ഭൂചലനങ്ങൾ നടക്കുന്നുണ്ട്, വർഷാവർഷം നടക്കുന്നുണ്ട്, കൽമഴ വർഷിച്ചിട്ടുണ്ട്, കളർ മഴ വർഷിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ പലയിടത്തും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഭൂമി ചലനങ്ങൾ, ഭൂമി വിഴുങ്ങലുകൾ, കോലം മറിയലുകൾ ഇതെല്ലാം സംഭവിക്കുന്നു. എന്തേ സംഭവിക്കാനുള്ള കാരണം? ഈ അടയാളങ്ങളൊക്കെ ഈ ഉമ്മത്ത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ നാശത്തിലേക്ക് അതൊരു സൂചനയാണ്. പലപ്പോഴും പലയിടത്തും അങ്ങനെ വാണിങ്ങുകൾ തരുമ്പോ അതിന്റെ അർത്ഥം നമ്മൾ നന്നാകണം എന്നാണ്, നമ്മൾ മാറണം എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നീണ്ട ഒരു ഹദീസിൽ ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ ചോദിച്ചപ്പോ തങ്ങൾ പറഞ്ഞു, വയുൽഖാ ബൈനന്നാസി അത്തനാകുർ. ജനങ്ങൾക്കിടയിൽ പരിചയക്കുറവ് സംഭവിക്കും. ആളുകൾക്ക് പലരെയും അറിയുന്നില്ല. ഓരോരുത്തരും ചോദിക്കണത് ഇതാരാണ്. പെട്ടെന്ന് ആളുകൾ ഓരോരുത്തരെയും മറന്നു പോകാണ്. എന്താ അങ്ങനെ മറന്നു പോകാൻ കാരണം അറിയോ? പാരസ്പര്യം, പരസ്പര സഹകരണം, പരസ്പര സഹവർത്തിത്വം അതൊക്കെ ആളുകളിൽ കുറഞ്ഞു. സ്വന്തം കാര്യം, സ്വന്തം ജീവിതം എന്നൊരു ലെവലിലേക്ക് മാത്രം ആളുകൾ പലപ്പോഴും ഉയർന്നുപോയി. അമേരിക്കയിൽ പോയാൽ ഫുള്ളായിട്ട് അങ്ങനെ തന്നെ.
ഇവിടെ ജീവിക്കുന്ന ഒരാൾക്ക് അപ്പറയിൽ ആരാന്നറിയില്ല, ഒരു നിലക്കും അറിയില്ല. അവിടെ മരിച്ചാലും അറിയില്ല, ജീവിച്ചാലും അറിയില്ല, ജനിച്ചാലും അറിയില്ല. അവിടെ ആരാ? മരിച്ചോ അറിയില്ല, ജീവിച്ചോ, പുതിയ കുട്ടി ജനിച്ചോ അതും അറിയില്ല. നമ്മളെ നാട്ടിലും അപരിചിതം എന്ന് പറഞ്ഞ സംഗതി ഇങ്ങനെ കൂടി വരികയാണ്. പലർക്കും പല അറിയില്ല. മുമ്പ് അങ്ങനെയല്ല. മുമ്പ് ഒരു നാട്ടില് എല്ലാവരെയും അറിയും ഒരാൾക്ക്, ഓരോരുത്തർക്കും അറിയായിരുന്നു. പരസ്പര സഹകരണം കുറയുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് തങ്ങളത് പറഞ്ഞത്. ജനങ്ങളുടെ ബന്ധങ്ങളൊക്കെ, ദീനീയായ ബന്ധങ്ങളൊക്കെ പരസ്പരം കുറഞ്ഞു പോയിട്ട് അപരിചിതത്വം നിലനിന്നു പോയി. അതിപ്പോ ശരിയായ നിലക്ക് ബോധ്യപ്പെട്ടു. നമ്മൾ ഓരോരുത്തരും കയ്യിൽ ഉപകരണം വന്നപ്പോ ഉള്ള ബന്ധം കൂടി കുറഞ്ഞു. ബന്ധം കൂടാ വേണ്ടത്. ഉപകരണം വന്നാ ബന്ധം കൂടാ സുഖാണല്ലോ. ഒന്ന് വിളിച്ച് സലാം പറയാനും വിശേഷങ്ങൾ ചോദിക്കാനൊക്കെ നല്ല സുഖല്ലേ. പക്ഷെ അതിനെ ഉപയോഗിക്കുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരെ. സംഗതി നല്ലൊരു സുഖാണ്. കുടുംബക്കാരൊരു 10 കുടുംബക്കാരെ നമുക്കുണ്ടെങ്കിൽ 10 ആളോടും ഒരു മണിക്കൂറിൽ തന്നെ ബന്ധം പുലർത്താൻ കഴിയും. ഒരു സലാം പറഞ്ഞിട്ടെങ്കിലും ഒരു ബന്ധം നിലനിർത്തണം എന്നല്ലേ. പക്ഷെ അതും കുറഞ്ഞു പോയി. പരിചയക്കുറവ് സംഭവിക്കാണ്. പലർക്കും പലരെയും അറിയാത്ത രൂപം വരികയാണ്. നീണ്ട ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒന്ന് പറഞ്ഞു. ഒരു അടയാളം വെച്ച് പറഞ്ഞപ്പോ അതും വളരെ യാഥാർത്ഥ്യമായി, വളരെ സത്യസന്ധമായി നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ രൂപത്തിലുള്ള അടയാളങ്ങളൊക്കെ ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. തങ്ങൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ നോക്ക്, എത്ര ഹറാമായ കാര്യങ്ങൾ, എത്ര വിഷയങ്ങൾ. സുബ്ഹാനല്ലാഹ്, പലപ്പോഴും പല ആളുകളും പല വിഷയങ്ങളും സ്വന്തമായി ജീവിതത്തിലേക്ക് തുന്നിച്ചേർത്ത് ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കുകയും ഹലാലായ പല കാര്യങ്ങളും ഹറാമാക്കുകയും ചെയ്യുന്ന രൂപഭാവങ്ങൾ അതും ജനങ്ങൾക്കിടയിൽ വെളിവായി കഴിഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിട്ടുണ്ട്, ഖുർആനിന്റെ വിശദീകരണങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയട്ടെ, അലൈക്കും ബിഹാദൽ ഖുർആൻ, നിങ്ങൾ ഈ ഖുർആനും അതിന്റെ വിശദീകരണവും മുന്നിട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഫമാ വജത്തും ഫീഹി മിൻ ഹലാൽ, ഹലാലായി നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, പണ്ഡിതന്മാര് സ്വഹാബത്തിൽ നിന്നും താബീങ്ങളിൽ നിന്നും മനസ്സിലാക്കി പകർത്തി തരുന്നത്, ഫാഹില്ലുഹു, നിങ്ങളത് ഹലാലായി സ്വീകരിക്കണം. വമാ വജത്തും ഫീഹി മിൻ ഹറാമിൻ, അതിൽ ഹറാമായ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ, ഫഹർരിമൂഹു, അതിനെ ഹറാമായി സ്വീകരിക്കണം. വഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയ വിഷയം, കമാ ഹറമല്ലാഹ്, അല്ലാഹ് ഹറാമാക്കിയതുപോലെ തന്നെയാണ്. ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞതിന്റെ വിശദീകരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്. നിങ്ങൾ നോക്ക്, ഖുർആനിൽ വ്യക്തമായി ഹറാമാക്കിയ സംഗതികളോടനുബന്ധിച്ച് തങ്ങൾ വിശദീകരിച്ചൊരു ഹറാമാണ് സുബ്ഹാനല്ലാഹ് റിശ്വത്ത് എന്ന് പറയുന്നത്. അതും പരസ്യമായി ജനങ്ങൾക്കിടയിൽ വിഷയമല്ലാത്ത രൂപത്തിൽ പൊങ്ങിപ്പോയി. റിശ്വത്ത് എന്ന് പറഞ്ഞാൽ കൈക്കൂലി എന്നാണ് അർത്ഥം. ന്യായമായും നമുക്ക് ലഭിക്കേണ്ടതില്ലാത്ത ഒരു സംഗതി, അങ്ങനെ ആയി കിട്ടാൻ വേണ്ടി നൽകുന്ന കൂലി, അല്ലെങ്കിൽ കൂലി നൽകേണ്ടതില്ലാത്ത ഒരു വിഷയത്തിന് കൂലി ഒപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വേല, ഒരു ന്യായമായ ഒരു വിഷയം നമുക്ക് അവകാശപ്പെട്ടതല്ല, അത് അവകാശമാക്കി എടുക്കണം. വേറൊരാൾക്ക് അവകാശപ്പെട്ടത് അയാൾക്ക് അവകാശമില്ലാതെയാക്കി എടുക്കണം. ഇങ്ങനെ സ്വന്തത്തിലേക്കും മറ്റുള്ളതൊന്ന് തിരുത്താനും നിയമപരമായിട്ട് എതിർപ്പുള്ള സംഗതി നടപ്പിലായി വരാൻ കൊടുക്കുന്ന കൂലിയാണ് കൈക്കൂലി. ഉദാഹരണമായി പറഞ്ഞാൽ, ഞാൻ പഠിച്ച് എത്രയോ കാലം പഠിച്ച് റെഡിയായി, ആ പഠിച്ച് പരീക്ഷ എഴുതി കിട്ടേണ്ട ഒരു സ്ഥാനമാണ് ഡോക്ടറേറ്റ് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. അങ്ങനത്തെ ഡോക്ടറേറ്റ് ഉണ്ട്. അല്ലാതെ ചില ഡോക്ടറേറ്റ് ഉള്ളത് വേറെയാണ്. അത് ബഹുമാനത്തിന് പല രൂപത്തിലും കൊടുക്കുന്നതാണ്. ഇതങ്ങനെയല്ല. ജനങ്ങളെ ചികിത്സിക്കാനും പരിശോധിക്കാനും ഒരു ഡോക്ടറേറ്റ് വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ പഠിക്കാനൊന്നും ആകൂല, പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടണം, മേൽവിലാസവും കിട്ടണം. അതിന് ചോദിക്കുന്ന കൂലി അത്രയും കൊടുക്കുന്നത്, അവിഹിതമായ രൂപത്തിലുള്ള ഈ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, അത് കൈക്കൂലിയാണ്. ഞാൻ
പക്ഷേ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് നല്ലൊരു ഫണ്ട് വരാനുണ്ട്, അതിന് ഞാൻ ഫക്കീറായി മാറണം. എന്നെ ഫക്കീറാക്കിയിട്ടൊരു സർട്ടിഫിക്കറ്റ് മറ്റേയാൾ തരണം. മുതലാളിയായ എന്നെ ഫക്കീറാക്കിയിട്ടൊരു സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി ആൾക്ക് കൊടുക്കുന്ന കൂലി, ആ കൂലിന്റെ പേരും കൈക്കൂലിയാണ്. ഇപ്പൊ മുതലാളി എന്ന് പറഞ്ഞാല് ആ ഒരു സമ്പന്നൻ എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് ഇങ്ങോട്ട് വരൂല, കാരണം അത് ഇത്രയും വരുമാനമുള്ളവർക്കാണ്. അപ്പൊ ഞാൻ ആരായി മാറണം? ഞാനൊരു ഫക്കീറായി മാറണം. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. കൂടുതൽ അരി കിട്ടാനുള്ള ഒരു കാർഡ് കിട്ടണം എനിക്ക്. നിയമപരമായിട്ട് നോക്കുമ്പോ കൂടുതൽ അരി വാങ്ങാൻ ചാൻസ് ഇല്ല. കുറഞ്ഞ അരി കിട്ടുന്ന കാർഡ് വെള്ള. ഞങ്ങളെ നാട്ടിലൊക്കെ ഒരേ കാർഡാണ് കൂടുതലൊരു ഭാഗത്ത്. ഇവിടെ വെള്ളല്ലേ? വെള്ള. ഇയാൾക്ക് വെള്ള അർഹത ഉള്ളു, നിയമപരമായിട്ട് അതേ കിട്ടേണ്ടുള്ളൂ. പക്ഷെ അയാൾക്ക് മിസ്കീനാകണം, ഫക്കീറാണ്. അതിനെ ചേർക്കാൻ വന്ന ആൾക്ക് 1000, 2000, 5000 ഇന്നൊന്ന് ഫക്കീറാക്കി കൈക്കൂലിയാണ്. 1 രൂപ 50 പൈസ 25 പൈസ 5 പൈസ കൊടുത്താലും ശരി കൈക്കൂലിയാണ്, ഹറാമാണ്. അതൊരു വിഷയമില്ലാത്ത രൂപത്തിലല്ലേ ഒഴുകുന്നത്. അതൊരു വിഷയമില്ലാത്ത രൂപത്തിലല്ലേ അപ്പുറത്ത് സ്വീകരിക്കുന്ന ആള് സ്വീകരിക്കുന്നത്, കൊടുക്കുന്ന ആള് കൊടുക്കുന്നത്. ഇതാരാ ഹറാമാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഹറാമാക്കിയതൊക്കെ ഖുർആനിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിഷിദ്ധമാക്കിയത്, അതേ അല്ലാഹു തആല ഹറാമാക്കിയതാണ്. അല്ലാഹ് ഹറാമാക്കിയതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഹറാമാക്കിയതാണ്. ഖുർആനിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞത് തള്ളിക്കളയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കൂല, ഹത്താ യബ്നന്നാസു ബുയൂതൻ യൂശൂനഹാ, ജനങ്ങൾ നിർമ്മിക്കുന്ന കൊട്ടാരങ്ങൾ. നിങ്ങൾ നോക്ക്, വീടിനെ സംബന്ധിച്ചും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പരിധിയിൽ കവിഞ്ഞ രൂപത്തിലുള്ള വീട് നിർമ്മാണം അതും ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മതിയാകുന്ന കുടുംബത്തിന്റെ കണക്ക് നോക്കുമ്പോൾ അതിലപ്പുറമാണ് നിർമ്മാണങ്ങൾ. മതിയാകുന്ന വീട്ടിൽ എത്രയാ ആളുകൾ, കുടുംബക്കാര് മൊത്തം വന്നാലും തികയാവുന്നതിലപ്പുറമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ പാകത്തിനാണ് ഒരുക്കേണ്ടത്. വീട്ടിലുള്ള അംഗങ്ങൾക്ക് പുതുതായിട്ട് ആരെങ്കിലും അവിടെ വരുന്നവർക്കും മതിയാകുന്ന രൂപത്തിൽ നാട്ടുകാരെ മൊത്തം ഒരു വീട്ടിലേക്ക് സൽക്കരിക്കാനും കിടത്തി ഉറക്കാനും സ്വീകരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെയാകുമ്പോ നമ്മളെ നാട് ഒരാളെ വീടിന് തന്നെ മതിയാകൂല. അത്രയും വലിയ കൊട്ടാരങ്ങൾ ഓരോരുത്തരും നിർമ്മിക്കും. അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഹത്താ തുനജ്ജിദു ബുയൂതകും കമാ തുനജ്ജദുൽ കഅബ, കഅബക്ക് സൗന്ദര്യം കൂട്ടുന്നത് പോലെ, കഅബക്ക് ഭംഗി കൂട്ടുന്നത് പോലെ നിങ്ങളെ വീടുകൾക്കും നിങ്ങൾ ഭംഗി കൂട്ടും. എന്നിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ഫഅൻതുമുൽ യൗമ ഖൈറും മിൻ യൗമഇദിൻ, ആ ദിവസത്തിൽ അവർക്ക് സംഭവിക്കുന്നതിനേക്കാളും നിങ്ങളാണ് ഏറ്റവും ഖൈറ്. സുബ്ഹാനല്ലാഹ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ വിഷയം യാഥാർത്ഥ്യമായിട്ട് എല്ലാ ദിവസവും ബോധ്യപ്പെടുകയാണ്. വീട് നിർമ്മിക്കുന്ന എല്ലാവരും അവരവരെ കുടുംബത്തിന് പാകത്തിലുള്ളത്, അവിടെ ഒരു മോഡൽ ഉണ്ട്, ആ മോഡൽ തന്നെ എനിക്ക് നിർമ്മിക്കണം എന്ന് ചിന്തിക്കരുത്. നമുക്ക് നമ്മുടെ കുടുംബത്തിന് പാകത്തൊരു വീട്, അത്രയേ ഉള്ളൂ. അതിന് സൗകര്യത്വം, അതിനേക്കാളും വലുപ്പുണ്ടാകും പള്ളി. കാരണം പള്ളി ഒരു സാധാരണ രൂപത്തിലുള്ളതല്ലല്ലോ. പള്ളിയിൽ അത്രയും തോന ആളുകൾ ഒരേ സമയത്ത് സംഘടിക്കേണ്ടതാണ്. അതിന് കെട്ടുറപ്പും ഭംഗിയും സൗന്ദര്യമൊക്കെ വീടിനേക്കാളും അധികം വേണം. അത് സാധാരണ രൂപത്തിൽ തന്നെ ഉള്ളതാണ് വേണമെന്നുള്ള നിർദ്ദേശം. വീടുകളൊക്കെ പാകത്തിന്, അമിതമായിട്ടുള്ള ഒരു സംഗതി. ചില വീടുകളിലൊക്കെ കാണാം, വീടിന്റെ 4 ഭാഗത്തും, എന്താ അതിന് പറയാ, 4 ഭാഗത്തും കാറ്റ് കൊള്ളാനിരിക്കുന്ന സ്ഥലം. ഭാഗത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു സ്ത്രീകൾക്കൊക്കെ ഇപ്പോ വീടിന്റെ അടുക്കള ഭാഗത്ത് മേൽഭാഗത്ത് അവിടെ ഇരുന്നിട്ട് ഒന്ന് കാറ്റുകൊണ്ട് സംസാരിക്കാനൊരു സ്ഥലം, ഒരു മറയാണ്. എല്ലാവരും റോട്ടിക്കൊന്നും കാണൂല. മുന്നിൽ പോകും വരാന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെ ഒന്ന് ഇരിക്കാനും വന്ന ആൾക്കാർക്ക് കാറ്റുള്ളാനൊക്കെ ഒരു സൗകര്യം ഉണ്ടല്ലോ. ഇത് 4 മേഖല, ഒന്ന് ഇവിടെ, ഒന്ന് അവിടെ, ഒന്ന് അപ്പുറത്തും, ഒന്നിപ്പുറം. ഏറെയാണോന്ന് ചോദിച്ചാൽ ഏറെ.
കപ്പലിലൊക്കെ ഉണ്ടാകല്ല അങ്ങനെ പൊതുവെ പുറത്തിരുന്ന് കാറ്റുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന സ്ഥലം. അതും 4 മൂലക്കലും ഇല്ല, 2 ഭാഗത്തേ ഉള്ളൂ. 4 ഭാഗത്ത്. അതിനേക്കാളും പച്ചയായി നമ്മൾ കാണും യകൂന ഖൗമുൻ ഫി ആഖിരി സമാൻ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആഖിർ സമാനിൽ ഒരു ടീമിനെ കാണാം യഖ്ലബൂന ബിഹാദ സവാദി കഹവാസിലിൽ ഹമാം. അവരെപ്പോഴും ഈ കറുത്ത ചായം ഇഷ്ടപ്പെടും. അവരെപ്പോഴും കറുത്ത മുടി, കറുത്ത രോമം, അവർക്ക് നല്ല കറുപ്പ് തേച്ച് ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നരച്ചാലും കറുപ്പിക്കാൻ പാടില്ല. നരച്ചത് അവർ കറുപ്പിക്കും. നല്ല നല്ല ഈ മേടപ്രാക്കളെ പോലെ കൂട്ടിൽ നിന്ന് വാറുന്ന ആ കിളികളുടെ അതിന്റെ കറുപ്പ് പോലെ, അതിന്റെ തൊലിയുടെ കറുപ്പ് പോലെ എപ്പോഴും അവർക്ക് കണ്ടാൽ ഒരു 25 വയസ്സായിട്ടുള്ളൂ. 85 ആയാലും അങ്ങനെ പറയുന്ന ആൾക്കാർ 25ന്റെ നല്ല പക്വതയിലാണ്, പ്രൗഢിയിലാണ് ഉള്ളത്. ആ നല്ല കറുപ്പോട് കൂടെ അവരിങ്ങനെ. അതുകൊണ്ട് തന്നെ കുടുംബക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടവും ഭയങ്കര രസമാണ് അവർ, അല്ലേ? മുടി കറുത്ത മുടി ഉണ്ടെങ്കിൽ ആ മുടിക്ക് എണ്ണ തേക്കലും മറ്റൊക്കെ സുന്നത്താണ്. പക്ഷെ കറുപ്പിക്കാൻ പാടില്ല. വാരണം, തലയും താടിയൊക്കെ വാരണം, അത് സുന്നത്താണ്. 5 വക്ത് നിസ്കാരത്തിന് പോകുമ്പോഴും താടിയും തലമുടിയും ചീകുന്ന ആളായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ലവണ്ണം തലപ്പാവ് ധരിച്ച് തലേക്കെട്ട് കെട്ടി ജമാഅത്തിന് പോകും. താടിയും മുടിയും വാരണം, സുന്നത്താണ്. പക്ഷെ വെളുത്തത് കറുപ്പിക്കരുത്. ലാ യജിദൂന റായിഹത്തൽ ജന്ന എന്ന ഹദീസിന്റെ അവസാനം സ്വർഗ്ഗത്തിന്റെ പരിമളം അവർ ആസ്വദിക്കുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കറുപ്പിക്കരുത്, അത് വൻകുറ്റമാണ്, ചെറുദോഷമല്ല. കറുപ്പിക്കുന്ന ആളുകൾ അധികരിച്ചു വരികയാണ്. വെളുത്ത മുടി കണ്ടപ്പോഴും തങ്ങൾ പറഞ്ഞു ഈ വെളുപ്പൊന്ന് മാറ്റണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ തങ്ങൾ പറഞ്ഞു വജിതനിബുസ് സവാദ്, കറുപ്പ് സ്വീകരിക്കരുത്. കറുപ്പടിക്കാതെ വെളുപ്പ് മാറ്റണം എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി ഇട്ടു. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മൈലാഞ്ചി തേച്ചിരുന്നു താടിക്ക്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ താടിക്ക് മൈലാഞ്ചി തേച്ചിരുന്നു. മൈലാഞ്ചി ചായം പറ്റും, കറുപ്പടിക്കരുത്. പുരുഷന്മാരും സ്വീകരിക്കുന്നു, സ്ത്രീകളും സ്വീകരിക്കുന്നു. എത്ര യാഥാർത്ഥ്യമായിട്ടാണ് അത് കാണുന്നത്. ചിലരോടൊക്കെ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ പറഞ്ഞാൽ അവര് പറയും അതത്ര ഒരു പ്രശ്നമല്ല എന്നാ തോന്നുന്നത്. അത് അത്രയും ആളുകൾ അത് സ്വീകരിക്കുന്ന ഒരു മാർഗമായി വന്നിട്ടുണ്ടല്ലോ. സ്വീകരിക്കുന്ന എല്ലാരും അങ്ങനെ സ്വീകരിച്ച മാർഗമായതുകൊണ്ട് ഒരു വലിയ വിഷയം ഉണ്ടാകൂല അതില്. അങ്ങനെ സൂചന ചില ആൾക്കാർ. എല്ലാവരും അങ്ങനെ ഒരു തെറ്റ് സ്വീകരിച്ചു എന്നുള്ളതുകൊണ്ട് തെറ്റ് ഹലാലാകുമോ? ഇല്ല. കറുപ്പടിക്കാൻ പാടില്ല. അഥവാ അത്തേക്കുന്ന കറുപ്പ് വെള്ളം ചേരാത്തതാണെങ്കിൽ അത് ഒന്നുകൂടി അപകടം നിറഞ്ഞതാണ്. ജനാബത്തു യരൂല, കുളിയും ഒന്നും ശരിയായി കിട്ടില്ല. അപ്പൊ അതിനേക്കാളും വലിയ വിഷയമാണ്, വലിയ സംഗതിയായി മാറും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തെല്ലാം വിഷയങ്ങളാ നോക്ക് നിങ്ങൾ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് പച്ചയായിട്ട് നമ്മൾ അനുഭവിക്കല്ലേ. ബൈനയദൈ സഅ, ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി കാണാം തസ്ലീമത്തുൽ ഖാസ്സ. തസ്ലീമത്തുൽ ഖാസ്സ, പ്രത്യേകം ചില ആളുകൾക്ക് മാത്രം സലാം പറയും. അതുപോലെ തന്നെ ഫശൂ തിജാറ, കച്ചവടം വ്യാപിച്ചിട്ട് ഹത്താ തുഈനൽ മർഅതു സൗജഹാ ഫി തിജാറ, ഭാര്യ ഭർത്താവിനെ കച്ചവടത്തിൽ സഹായിക്കാൻ പോകും. രണ്ടാളും കച്ചവടം ചെയ്യുന്നു. കച്ചവടത്തില് പെണ്ണ് പോകേണ്ടതുണ്ടോ? ഇല്ല. ആണിനാണ് അതിന്റെ ചുമതല, ആണാണത് നിർവഹിക്കേണ്ടത്. അപ്പൊ പിന്നെ നാളെ പിറ്റേന്ന് ചോദ്യം വരും, ഉസ്താദേ ഖദീജ ബീവി റളിയല്ലാഹു കച്ചവടം ചെയ്തില്ലേന്ന്. ഖദീജ ബീവി മാർക്കറ്റിൽ പോയിരുന്നിട്ട് ഓരോന്നും വിറ്റതല്ല. പിന്നെയോ കച്ചവടത്തിന് ചെറുപ്പക്കാരെയും മറ്റും ഒരുക്കി അതിന് വേണ്ട കാശ് ചെലവഴിച്ച് ആളെ പറഞ്ഞയച്ചതാണ്. അവര് കച്ചവടം ചെയ്യുന്നു, കണക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു, ലാഭം കൊടുക്കുന്നു, അവർക്കുള്ള ശമ്പളം
ശമ്പളം കൊടുക്കുന്നു. അങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ കച്ചവടത്തിന് വേണ്ടി പോയത്? ഇപ്പറഞ്ഞത് അതല്ല. ഇപ്പറഞ്ഞത് ആണിന്റെ കൂടെ പെണ്ണും കച്ചവടത്തിന് സഹായിയായി വരുന്നു. എത്ര സുന്ദരമായ രൂപത്തിൽ നമ്മൾ വെളിവാകുന്നു. എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നമാകാത്ത രൂപത്തിൽ പുലർന്നു കഴിഞ്ഞു. നല്ല ബന്ധങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടുന്നു. നല്ല ഭദ്രമായി നിൽക്കേണ്ട കുടുംബ ബന്ധങ്ങൾ ഓരോ വർഷവും ഓരോരുത്തർക്ക് സാമ്പത്തികമായി സെറ്റപ്പ് കൂടുമ്പോ ബന്ധങ്ങൾക്ക് നല്ല മുറുക്കം കൂടണം. നല്ല ബന്ധം കൂടണം, ബന്ധനമാകരുത്. നല്ല ബന്ധത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥ വരണം. പക്ഷേ നേരെ മറിച്ചാണ് കാണുന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി എണ്ണി പറഞ്ഞ അടയാളങ്ങളിൽ ഉണ്ട്. ഇന്ന മിൻ അമാറാത്തി സാഅ അൻ യളഹറ മൗതുൽ ഫജ്ആ. നമ്മൾ പേടിക്കണം, ഒരുങ്ങണം. ഒരു വിഷയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് മൗതുൽ ഫജ്ആ. അത് പരസ്യമായി വരിക. പെട്ടെന്നുള്ള മരണമതാ പരസ്യമാകുന്നു, വ്യാപിക്കുന്നു. എത്ര ആളുകളാണ് പെട്ടെന്ന് മരിക്കുന്നത്? കാരണം ചോദിക്കുമ്പോ കാരണം പറയാനില്ല. നല്ല ശക്തിയുള്ളവർ, ആരോഗ്യമുള്ളവർ, യുവത്വത്തിന്റെ പ്രസരിപ്പുള്ളവർ, എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഇല്ലാതെ, രോഗം ബാധിക്കാതെ, അല്ലെങ്കിലോ പ്രായമായി എന്നുള്ള സ്വാഭാവിക കാരണം പറയാതെ, വേറെ ഏതെങ്കിലും ഒരു വിഷയം പറയാതെ പെട്ടെന്ന് പിന്നെ ആളുകൾ പറയും അറ്റാക്ക് സംഭവിച്ചതാണ്, സൈലന്റ് അറ്റാക്കാണ്, പലതും പറയും. പക്ഷെ അതൊക്കെ മൗതുൽ ഫജ്ആ, പെട്ടെന്നുള്ള മരണം വ്യാപിച്ചു വരുന്നു, അധികരിച്ചു വരുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരുങ്ങാനാണ് സഹോദരങ്ങളെ. അത്തരത്തിൽ ഏതെങ്കിലും ഒരു സംഗതി കാണുമ്പോ നമ്മൾ ഒരുങ്ങണം, നമ്മൾ തയ്യാറാകണം. ബാധ്യതകളൊക്കെ വേണ്ട രൂപത്തിൽ പൂർത്തിയാക്കിയിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഖിദ്മത്തുകളൊക്കെ ചെയ്ത് നമുക്ക് പരലോകത്തേക്ക് ഒരുക്കാനുള്ള സമ്പത്തുകൾ, നമുക്ക് സ്വന്തമായി കിടക്കേണ്ട ഖബറിൽ ഉപയോഗത്തിന് വരാനുള്ള മാർഗങ്ങൾ, അതിന് ചിലതിനൊക്കെ നമുക്ക് നമ്മുടെ ആരോഗ്യം മതിയാകും, ചിലതിനോ സമ്പത്ത് വേണ്ടി വരും, ചിലതിന് സമയം വിനിയോഗിക്കേണ്ടി വരും. അത്തരത്തിൽ ഖബറിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ ഉപകാരത്തിന് വരുന്ന കാര്യങ്ങൾ അത് നേടിയെടുക്കാൻ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. ഒറ്റയ്ക്ക് കിടക്കുന്നിടത്ത് കൂടെ വന്ന് കിടക്കാൻ ആ ഫലം മുറിയാത്ത, ഒരിക്കലും നിലച്ചു പോകാത്ത സുഹൃതങ്ങൾക്ക് കഴിയും. അവരാണ് സന്തോഷത്തിന് കൂട്ടിന് വരാനുള്ളത്. അതുണ്ടായി തീരാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരുങ്ങണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയില്ലേ, അത്തരത്തിൽ സമ്പാദ്യമുള്ള മുഅ്മിനായ മനുഷ്യൻ ഖബറിലെത്തിയാൽ ചോദ്യകർത്താക്കൾ വരുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ മുന്നിൽ കാണാൻ നല്ല ചുങ്കും ചൊറുക്കുമുള്ള ആണാണോ ഖബറിലെത്തിയത് ആണിന്റെ രൂപത്തിൽ, പെണ്ണാണോ ഖബറിലെത്തിയത് പെണ്ണിന്റെ രൂപത്തിൽ. നല്ല സുഗന്ധമുണ്ട്, കാണാൻ നല്ല സൗന്ദര്യമുണ്ട്, നല്ല സംസാരവുമാണ്. ഇത് കണ്ടാൽ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുമോ? കാണാൻ നല്ല രൂപമാണ്, നല്ല വാസനയാണ്, നല്ല സംസാരമാണ്. ചോദിക്കുന്നു ഖബറാളി, മൻ അന്തല്ലദീ മന്നല്ലാഹു അലയ്യ ബിക. ആരാണ് നീ? ഒറ്റക്കാകുന്ന എനിക്ക് ഇവിടെ ഒരു കൂട്ടിന് വന്ന നീ ആരാണ്? അപ്പോൾ ആ കൂട്ടിന് വന്ന രൂപത്തിലുള്ള നല്ല രൂപം പറയും, അനഅമലുക സ്വാലിഹ്. ദുനിയാവിൽ കിട്ടുന്ന നേരം ഇവിടെ ഒരു പങ്കാളിയെ കിട്ടാൻ വേണ്ടി ഒരുപാട് സുഹൃതങ്ങൾ നീ ചെയ്തില്ലേ? നിനക്കുള്ള കൂട്ടുകാരനാണ്, നിന്റെ സുഹൃതങ്ങളാണ് ഒരു രൂപമാക്കി അള്ളാഹു എന്നെ വിട്ടതാണ്. ഒന്നും വിഷമിക്കേണ്ടതില്ല. ചോദിക്കുന്ന മലക്കുകൾ വരാറായിട്ടുണ്ട്. അവരിപ്പ വരും, എന്നോട് ചോദ്യം ചെയ്യും. നല്ല രൂപത്തിൽ നീ മറുപടി പറയണം. അവര് പിരിഞ്ഞു പോയ ശേഷം ഞാൻ വരാം, നമുക്ക് സംസാരിച്ചിരിക്കാം. എന്തൊരു സന്തോഷമാണ് അത്തരത്തിൽ ഒരു കൂട്ടിന് ആള് വരുമ്പോൾ. അതേ സമയത്ത് സുഹൃതങ്ങളുടെ അകമ്പടിയൊന്നും ഇല്ലാതെ പെട്ടെന്ന് പിരിഞ്ഞു പോയവനാണോ, തിന്മകളും ദുഷ്കർമ്മങ്ങളും അധികരിച്ചവനാണോ, അവന്റെ ഉള്ളിലേക്കും ഒരാൾ വരുന്നുണ്ട്. കാണാൻ ഏറ്റവും വിരൂപിയാണ്, സംസാരം തന്നെ ഇഷ്ടപ്പെടാത്ത രൂപത്തിലാണ്, ദുർഗന്ധം വമിക്കുന്ന ശരീരരൂപമാണ്. നീ ആരാണ്? നീ എന്തിനാണ് ഇങ്ങോട്ട്
ഇങ്ങോട്ട് വന്നത്? നിന്റെ മുഖം കാണുമ്പോൾ തന്നെ വല്ലാതെ ഇടങ്ങേറ് തോന്നുന്നുണ്ടല്ലോ. ഞാൻ ആരാണെന്നറിയില്ലേ? കിട്ടുന്ന കുറച്ചു കാലം അടിച്ചു പൊളിച്ച് ഉല്ലസിച്ച് തകർത്താടി നടന്നില്ലേ? അനഅമലുകൽ ഖബീസ്, നിന്റെ ദുശ്ചെയ്തികളാണ് ഞാൻ. ഒഴിവ് കിട്ടുന്ന സമയത്ത് നീ സമ്പാദിച്ചത് സുഹൃതങ്ങളല്ല. ഒറ്റക്ക് കിടക്കേണ്ട ഖബറിലേക്കുള്ള കൂട്ടുജീവിതമല്ല നീ ഒരുക്കിയത്. ദുനിയാവിന്റെ സുഖത്തിൽ നീ ചെയ്തു കൂട്ടിയത് തിന്മകളാണ്. നിന്നെ ശല്യം ചെയ്ത് നിന്റെ കൂടെ നിൽക്കാൻ എന്നെ അള്ളാഹു വിട്ടതാണ്. മരണം കഴിഞ്ഞ് പരലോകത്തേക്കുള്ള പ്രവാസന കവാടമായ ഖബറിൽ ഒരു സ്വസ്ഥതയും തരാതെ, ഒറ്റയ്ക്ക് വിശ്രമിക്കാനേക്കാതെ, എന്നും ദുർഗന്ധം വമിക്കുന്ന ശരീരം, സംസാര ഭാഷയിൽ തന്നെ ഇടങ്ങേറ് തോന്നുന്ന ശരീരം, ശല്യമായി വരുന്ന അവസ്ഥയും ഉണ്ട്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നല്ല കൂട്ടുകാരനായിട്ട് സുഹൃതങ്ങൾ വരുന്നൊരു ഖബറായി അള്ളാഹു നമ്മുടെ ജീവിതം സന്തോഷിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. ദുആ ചെയ്തുകൊണ്ട് നമുക്ക് പിരിയാം.